വസല്ലിം അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി വഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് എന്ന പ്രാർത്ഥനയും ചൊല്ലി വലത്തെ കാലും വെച്ചു നാം പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ പള്ളിയുടെ ഉള്ളിലാണ്, അകത്താണ് കഅബ മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നാം ഈ ദിക്റും ചൊല്ലി ബാബുസലാമിലൂടെ പള്ളിയിലേക്ക് കയറി അതിൻ്റെ അകത്തെത്തുമ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന പുണ്യമായ കഅബ നിങ്ങൾക്ക് കാണാൻ കഴിയും. പള്ളിയിലേക്ക് കയറുമ്പോഴും നിയ്യത്ത് വെക്കുക, നവൈതുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. ആ പള്ളിക്കകത്തുള്ള ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ഈ ഒരു നിയ്യത്ത് കൊണ്ട് നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്നത് വരെ ഇഅ്തികാഫിന്റെ കൂലി വെറുതെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കലും മറന്നു പോകരുത്. വെറുതെ കിട്ടുന്ന കൂലികൾ എന്തിനു നഷ്ടപ്പെടുത്തണം? പള്ളിയിലേക്ക് കയറുമ്പോഴേക്ക് ഇഅ്തികാഫിന്റെ നിയ്യത്തും വെച്ചോളുക. അങ്ങനെ ഈ അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നാം കയറി ബാബുസലാം സഫ മറുവക്കിടയിലൂടെ പാസ് ചെയ്യുവാനുള്ള വഴികളും പാലമൊക്കെ ഉണ്ട്. അതിലൂടെ കയറി താഴോട്ടങ്ങിറങ്ങിയാൽ നമുക്ക് പരിശുദ്ധമായ കഅബ കാണാം. കറുത്ത കിസുവ പുതച്ചു നിൽക്കുന്ന പ്രൗഢമായ സ്ഥാപനം. അത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന സ്ഥലത്ത് നിന്ന് നാം കൺകുളിർക്കെ അതിലേക്ക് നോക്കും. ആ സമയത്ത് വിശ്വാസിയുടെ കൈകൾ ഉയരും, കണ്ണുകൾ നനയും. യുസ്തജാബു ദുആഉൽ മുസ്ലിമി ഇൻദ റുഅയത്തിൽ കഅബ. കഅബ ശരീഫ് കാണുന്ന സന്ദർഭം വിശ്വാസിയുടെ കൽബ് ഉരുകുകയാണ്, നയനങ്ങൾ നനഞ്ഞൊലിക്കുകയാണ്. ഭക്തി നിർഭരമായി കൈയുയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്തുള്ള വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് സ്വഹീഹായ ഹദീസിലുണ്ട്. ഒരു സഹോദരി മക്കത്ത് വന്നു. അവർ ചോദിക്കുന്നു, ഐന ബൈത്തു റബ്ബി, ഐന ബൈത്തു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ഭവനം എവിടെ, എൻ്റെ റബ്ബിൻ്റെ ഭവനം എവിടെ? കാണുന്നവരോടൊക്കെ അവർ ചോദിച്ചു. അങ്ങനെ അവർ പള്ളിയിലെത്തി. ആളുകൾ പറഞ്ഞു, ഇതാ ഇതാ ഭവതി, നിങ്ങൾ ചോദിക്കുന്ന അള്ളാഹുവിൻ്റെ ഭവനം പുണ്യ കഅബ ഇതാ. ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കഅബ കണ്ട മാത്രയിൽ വികാരഭരിതയായി അവർ ഓടിച്ചെന്നു, കഅബയെ കെട്ടിപ്പിടിച്ചു, കഅബയിലേക്കങ്ങ് വീണു. ഫമാ റുഫിഅത് ഇല്ലാ മൈത്താ. പിന്നെ ആ ഹജ്ജുമ്മയുടെ മയ്യിത്താണ് അവിടെ നിന്ന് ഉയർത്തിയതെന്നാണ്. കാരണം കൽബ് പൊട്ടിപ്പോയി. അത്രയേറെ വികാര നിർഭരമാണ് ഈ രംഗം. ആ സമയത്ത് കൈകൾ ഉയർത്തി ദുആ ചെയ്യണം. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതഅളീമൻ വതക്രീമൻ വമഹാബ വസിദ് മൻ ശറഫഹു വഅല്ലമഹു മിമ്മൻ ഹജ്ജഹു അവഇഅ്തമറഹു തശ്രീഫൻ വതക്രീമൻ വതഅളീമൻ വബിറ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഫഹയ്യിന റബ്ബന ബിസ്സലാം. പിന്നീട് ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിനോട് ഓരോ ഹാജിയും ദുആ ചെയ്യണം. ഇതൊരു വല്ലാത്ത സന്ദർഭമാണ്. ഇത്രയേറെ വികാര നിർഭരമായ വേറെ ഒരു നിമിഷം ഇനി ഈ യാത്രയിൽ ഉണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് എല്ലാവരെയും ഓർക്കുക. നിങ്ങൾ ഹജ്ജിന് പോകുന്നയാള്, കഅബത്തിന്റെ മുറ്റത്തേക്ക് പോകുന്ന ഒരാള് എന്ന നിലക്ക് പലരും ദ്വാരക്കണേ ദ്വാരക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഒക്കെ ഓർക്കുക. പടച്ചവനെ, ഞാനിതാ നിന്റെ പുണ്യഭവനത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. 1,24,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാരുടെ മുഴുവൻ പാദസ്പർശമേറ്റ് ധന്യപുളകിതങ്ങളായ മണൽത്തരിയിൽ മസ്ജിദുൽ ഹറാമിൽ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് സാധുവായ ഞാൻ നിൽക്കുന്നു. മഹാന്മാരായ ഇമാമുമാർ പഠിപ്പിക്കുന്നു, വ അഹമ്മുഹാ സുആലുൽ മഗ്ഫിറ. ഏറ്റവും മുഖ്യമായി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കണം. റബ്ബേ, എനിക്ക് പൊറുക്കണേ അല്ലാ. എന്നോട് പലരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ആശകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാം നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ അവിടെ ദുആ ചെയ്യാം. കഅബയോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കാൻ കഴിയുമെങ്കിൽ അടുത്തടുത്ത് നിൽക്കുക. കഅബ കാണുകയാണ് ഹാജിമാർ. ഇത് പരിശുദ്ധ കഅബാലയത്തിന്റെ ഒരു ഏകദേശ മാതൃകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശരിയായ കഅബ കാണും. ഈ സ്ഥാപനത്തെ 7 പ്രാവശ്യം ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്.
അത് നിർവഹിക്കാനാണ് നിങ്ങൾ വുളൂ ചെയ്ത് ഔറത്ത് മറച്ചു ഇപ്പോൾ ഇതിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. തവാഫ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഈ പരിശുദ്ധമായ സ്ഥാപനത്തെ സംബന്ധിച്ച്, ഇതിൻ്റെ ചുറ്റുവട്ടത്തെ സംബന്ധിച്ച് ചെറിയ ഒരു വിവരണം ഇപ്പോൾ നൽകാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ബാബു സലാമിലൂടെ കടന്നു വരുന്ന ഹാജി ആദ്യം കാണുക ഈ ഭാഗമാണ്. ഇത് കിഴക്ക് വശം. ഒരു കാര്യം മനസ്സിലായി, നാം പടിഞ്ഞാറ്റ് തിരിഞ്ഞ് നിസ്കരിക്കുന്നവരാണ്. കഅബക്ക് മുന്നിടാൻ വേണ്ടി പടിഞ്ഞാറോട്ടാണ് നമ്മൾ ഇന്ത്യക്കാർ തിരിയാറുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗം കിഴക്കേ ഭാഗമായിരിക്കും. ഈ ഭാഗം തന്നെയാണ് ബാബു സലാമിലൂടെ കടന്നു വരുമ്പോൾ ആദ്യം കാണുക. കഅബത്തിൻ്റെ 4 ഭാഗങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ള ഭാഗവും ഇതാണ്. കാരണം ഈ ഭാഗത്താണ് വാതിലുള്ളത്, ഇവിടെയാണ് മുൽത്തസമുള്ളത്, ഇതാണ് ഹജറുൽ അസ്വദ്, ഈ ഭാഗത്ത് തന്നെയാണ് സംസം സ്ഥിതി ചെയ്യുന്നത്, ഇവിടെ തന്നെയാണ് മഖാമു ഇബ്രാഹിം ഉള്ളത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഏറ്റവും ബഹുമാനമുള്ളത് ഈ ഭാഗത്തിനാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചരിത്രം വളരെ വിശാലമാണ്. ആഴത്തിലുള്ള ഒരു പഠനത്തിന് പറ്റിയ സമയം ഇതല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നു. മനുഷ്യർ ഭൂമിയിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ മലക്കുകൾ ഈ സ്ഥാപനത്തിൻ്റെ പണി കഴിച്ചിട്ടുണ്ട്. മൊത്തം 10 വിഭാഗം കഅബ നിർമ്മാണം നടത്തിയതായി ചരിത്രത്തിൽ കാണാം. മലക്കുകൾ, ആദം നബി അലൈഹിസ്സലാം, സീസ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അമാലിക്, ജുർഹൂം വംശജർ, അത് രണ്ടും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ 2 സന്താനങ്ങളിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന പേരുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽപ്പെട്ട ഖുസൈ, പിന്നീട് ഖുറൈശുകൾ, ആ നിർമ്മാണ പ്രവർത്തനത്തിൽ നബിത്തങ്ങൾ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അവിടത്തേക്ക് 35 വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു ഇത് നടന്നത്. പിന്നെ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഏറ്റവും അവസാനം ഹജ്ജാജ് ബിൻ യൂസുഫ്. ഇങ്ങനെ 10 വിഭാഗം ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുണ്ട്. അതിൽ ഖുർആൻ എടുത്തു പറഞ്ഞതാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവർ നടത്തിയ നിർമ്മാണം. ഇത് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് കഅബയെ പടുത്തുയർത്തിയ രംഗമാണ് ഖുർആൻ അവിടെ വിവരിക്കുന്നത്. പിന്നീട് വിവിധ ഘട്ടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലിപ്പോൾ ഹാജിമാർ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, ഖുറൈശികളുടെ നിർമ്മാണ പ്രവർത്തനം നടന്നപ്പോൾ ഇബ്രാഹിം നബിയുടെ അടിത്തറയിൽ നിന്ന് കുറച്ച് ഭാഗം ഒഴിവാക്കിയാണ് അവർ പണിതത്. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ച കഅബയുടെ അടിത്തറയിൽ നിന്ന് വടക്ക് ഭാഗത്ത് ഏകദേശം ഒരു 6-7 മുഴത്തോളം ഒഴിവാക്കിയാണ് അവർ പണിതത്. അത് ഒഴിവാക്കാനുണ്ടായ കാരണം, ചരിത്രപരമായി ഒരു വസ്തുത, അവർ തികച്ചും ശുദ്ധമായത് എന്ന് വിശ്വസിക്കുന്ന പണത്തിൻ്റെ കുറവായിരുന്നു അത്രേ. അശുദ്ധമായ ഒരു ധനം ഇതിൽ കയറണ്ട എന്ന് അവർ തീരുമാനിച്ചു. ഞാൻ നേരത്തെ ആമുഖം ഹാജിയുടെ മുന്നൊരുക്കത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതിനുപയോഗിക്കുന്ന ധനം പരമാവധി കറ കളഞ്ഞതായിരിക്കാൻ ഓരോ ഹാജിയും ശ്രദ്ധിക്കണം. അങ്ങനെ അവർ കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കിയിട്ട ഭാഗം ഇപ്പോൾ ഒരു അരപ്രൈസ് കെട്ടി നിർത്തിയത് നമുക്ക് കാണാം. ഈ വളച്ചുകെട്ടിനുള്ളിൽ കാണുന്ന സ്ഥലമാണത്.
ഇത് യഥാർത്ഥത്തിൽ കാബത്തിന്റെ ഉള്ളിൽപ്പെട്ടതാണ്. ഇതിൻ്റെ പേര് ഹിജ്ർ ഇസ്മായിൽ. ഹാജിമാരോട് പഠിച്ചു വെക്കണം. ഇത് കാബത്തിന്റെ ഉള്ളിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ തവാഫ് ചെയ്യുന്ന ആള് ഇവിടെ കാണുന്ന ഈ പാസേജിലൂടെ അങ്ങോട്ട് കടന്ന് കുറുക്കു വഴിക്ക് പെട്ടെന്ന് തവാഫ് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചാൽ തവാഫ് സഹിഹാവുകയില്ല. കാരണം തവാഫ് അതിൻ്റെ 2 ഷർത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 നിബന്ധനകൾ. ഒരെണ്ണം ഇപ്പോൾ പറയുന്നു, തവാഫ് ചെയ്യുന്നവൻ പൂർണ്ണമായും കാബത്തിൻ്റെ പുറത്തുകൂടിയായിരിക്കണം നടക്കുന്നത്. കാബത്തിനുള്ളിൽ കൂടി തവാഫ് ചെയ്താൽ ശരിയാവില്ല. അപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പല മാറ്റങ്ങളും പലതും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ഹാജിമാർ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇത് ഖുറൈശികളുടെ നിർമ്മാണം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആദ്യത്തെ പോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണം ഇബ്രാഹിം നബിയുടെ കാലത്തുള്ളതുപോലെ തന്നെ ആക്കി വെച്ചിരുന്നു. അത് നബി തങ്ങൾ അതിന് താല്പര്യം പ്രകടിപ്പിച്ചത് മനസ്സിലാക്കിയിട്ട് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്ത ഹദീസ് പഠിച്ചിട്ട് ആണ് ചെയ്തത്. പക്ഷേ പിന്നീട് അവസാനം വന്ന നിർമ്മാതാവ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് അത് ഖുറൈശികളുടെ കാലത്തുള്ളതുപോലെ തന്നെ ആക്കി മാറ്റി. അതിനുശേഷം മൻസൂർ രാജാവ് വീണ്ടും മാറ്റി പണിയാൻ തുടങ്ങിയിരുന്നു. അന്നേരം മാലിക് ഇമാമും മദീനത്തുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഈ കാബത്തെ തൊട്ട് കളിക്കരുത്, അതങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഖുറൈശികൾ പണിത അവസ്ഥയിലാണുള്ളത്. തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ അത് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആദ്യം മുതലൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ കിഴക്ക് വശമാണ്. ഇതാണ് വാതിൽ. ഈ വാതിൽ ഇപ്പോൾ താഴെ നിന്ന് ഒരു ഹാജി 2 കയ്യും ഇങ്ങനെ പൊക്കിയാൽ ഇതിൻ്റെ താഴത്തെ എത്തുള്ളൂ. അത്ര പൊക്കത്തിലാണ് ഇത് കിടക്കുന്നത്. ഇതും ഇബ്രാഹിം നബി പണിത സമയത്ത് പൊക്കത്തിലായിരുന്നില്ല. വാതിലിന് പകരം ഭൂനിരപ്പിൽ നിന്ന് തന്നെ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള വഴി ഉണ്ടായിരുന്നു. പിന്നീട് വാതിൽ വന്നു. പക്ഷേ ഖുറൈശികൾ പണിതപ്പോൾ അവരത് പൊക്കി വെച്ചു. ആയിഷ ബീവി ചോദിച്ചു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെന്താ ഇത് വാതിലിങ്ങനെ പൊക്കി വെച്ചേക്കണം? അപ്പം നബി തങ്ങൾ പറഞ്ഞു, അത് എൻ്റെ നാട്ടുകാർ ചെയ്തതാണ്. എന്താ അവരുടെ ലക്ഷ്യം? ലിയുദ്ഖിലൂ മൻ ശാഉ വയംനഉ മൻ ശാഉ. ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അവരുദ്ദേശിച്ച ആളുകളൊക്കെ അകത്ത് കടത്തുക, അവരുദ്ദേശിച്ച ആളുകളെ കടത്താതിരിക്കുക, അതിനു വേണ്ടി ചെയ്തതാണെന്ന്. പക്ഷേ ആ അവസ്ഥയിൽ തന്നെ അതിപ്പോൾ നിലനിൽക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ അതിൻ്റെ അകത്ത് എല്ലാവർക്കും കയറാൻ പറ്റൂല. ഇരിക്കട്ടെ, അപ്പോൾ അത്ര പൊക്കത്തിലാണ് വാതിൽ നിൽക്കുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ ചെല്ലുമ്പോൾ കാണാം ഹാജിമാർ വാതിലിൽ പിടിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഏന്തി നിൽക്കുന്നത് കാണാം. ഈ വാതിലിൻ്റെയും ഇക്കാണുന്നത് ഹജറുൽ അസ്വദാണ്. ഇതിൻ്റെയും ഇടയിലുള്ള ഈ കുറഞ്ഞ സ്ഥലം, ഈ സ്ഥലത്തിൻ്റെ പേര് മുൽത്തസം. എന്താണ് മുൽത്തസം? മുൽത്തസം എന്ന് പറഞ്ഞാൽ ആളുകൾ വിട്ടുമാറാതെ പറ്റി ചേർന്ന് നിൽക്കുന്ന സ്ഥലം എന്നാണ്. അങ്ങനെ നിൽക്കുന്നത് എന്തിനാണ്? ഇവിടെ ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ഹാജിയും എത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഹജറുൽ അസ്വദിൻ്റെയും വാതിലിൻ്റെയും ഇടക്കുള്ള സ്ഥലം ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ചെല്ലണം, ദ്വാരക്കണം എന്ന നിർബന്ധ ബുദ്ധി നിങ്ങൾക്ക് വേണം. ഇതാണ് ഹജറുൽ അസ്വദ്. ഈ ഹജറുൽ അസ്വദ്, അതുപോലെ മഖാമു ഇബ്രാഹിം, തവാഫ് ചെയ്യുന്ന മതാഫ് എന്ന് പറയുന്ന ഈ കാബത്തിൻ്റെ മുറ്റത്ത് ഏകദേശം ഒരു കിളിക്കൂട് പോലെയുള്ള കൂട്ടിനകത്ത് എടുത്തു വെച്ച ഒരു കല്ല് കാണാം. അതിനാണ് മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത്. ആ കല്ലിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 2 പാദവും അത്ഭുതകരമായി പതിഞ്ഞു കിടക്കുന്നുണ്ട്. ആ കല്ലിൽ എങ്ങനെ പാദം പതിഞ്ഞു? അതുകൊണ്ട് തന്നെ അതൊരു അത്ഭുതമാണ്. ഇന്നും ആ കല്ല് അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അതിനാണ് മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത്. ആ കല്ല് ഈ കാബയുടെ നിർമ്മാണ വേളയിൽ ആവശ്യാനുസൃതം ഉയരുകയും താഴുകയും ചെയ്തതായി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയും. ആ കല്ലും ഈ കല്ലും, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലും, ഇത് രണ്ടും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തമിട്ട കല്ലാണ്. ഇവിടെ ഏതു സമയത്തും തിരക്കനുഭവപ്പെടുന്നത് കാണാം.
നേരെ ബാബുസലാമിലൂടെ നമ്മൾ കടന്നിങ്ങ് വരുമ്പം തന്നെ ഒരു പോലീസുകാരൻ ഇവിടെ നിൽക്കുന്നത് കാണും. ഇവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ നിൽക്കുന്നതാണ്. ആ പോലീസുകാരനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അവിടെയാണ് ഹജറുൽ അസ്വദ്. തിരക്കില്ലാത്ത സമയം നോക്കി ഇവിടെ മൊത്തണം. കാരണം ഹജറുൽ അസ്വദ് മൊത്താൻ ഒരവസരം നിങ്ങൾക്ക് കിട്ടിയാൽ ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തമിട്ട ഒരു സ്ഥലത്ത്, അവിടുന്ന് ചുംബിച്ച ഒരു സ്ഥലത്ത് ഉറപ്പായിട്ടും ഞാൻ ചുംബിച്ചു എന്ന് വിചാരിക്കാം. നബി തങ്ങളുടെ മുഖം തൊട്ട ഒരു സ്ഥലത്ത് നിങ്ങളുടെ മുഖവും തൊട്ടു എന്ന് ഉറപ്പിക്കാം. അതിലും വലിയൊരു ഭാഗ്യം ഇനി വേറെ എന്ത് വേണം? അതുകൊണ്ട് അതിനൊക്കെ അവസരം കിട്ടുമെന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ ഹജറുൽ അസ്വദായി. പിന്നെ ഈ കാണുന്നത് ഇതിന് ഷാദിർവാൻ എന്നാണ് പറയാ. അത് തറയാണ്, അതും കാബത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് തവാഫ് ചെയ്യുന്ന ആള് ഇതിലൊന്ന് തൊട്ട് തവാഫ് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? തവാഫ് സഹിയാവൂല. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നിബന്ധന, അതായത് തവാഫ് ചെയ്യുന്നവൻ പൂർണ്ണമായും കാബത്തിന്റെ പുറത്തായിരിക്കണം. തൊട്ടാ കൈ കാബത്തിനുള്ളിലായി പോകും. അതുകൊണ്ട് ഇപ്പൊ തൊടാൻ പാടില്ല. തവാഫ് ചെയ്യുന്ന സമയത്ത് തൊടണം ഇൻഷാ അല്ലാഹ്. കില്ല, ഇതിന് കില്ല എന്നാ പറയാ. ഈ കറുത്ത ഈ പുതപ്പിന് കില്ല എന്നും പറയും, കിസുവാന്നും പറയും. ഈ കില്ലയിൽ പിടിച്ചു ദുആ ചെയ്യണം, കാബ കെട്ടിപ്പിടിക്കണം. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അവസരം ഉണ്ടാവും. നമ്മൾ നേരത്തെ പോകുന്ന വിഭാഗത്തിൽപ്പെട്ട കൂട്ടരാണ്. പക്ഷെ തവാഫ് ചെയ്യുമ്പോൾ അതേ തൊടാൻ പോകരുത്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇതേ ഇങ്ങനെ തൊട്ട് തവാഫ് ചെയ്യുന്നത് കാണാം. പാടില്ല. തൊട്ട തവാഫ് സഹിയാവൂല. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പോകാനും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കാബത്തിന്റെ അകത്തുപെട്ട സ്ഥലമാണ്. അതുകൊണ്ട് ജമാഅത്ത് നടക്കുന്ന സമയത്ത് ഇവിടെ അങ്ങോട്ട് ആളുകൾക്ക് കടക്കാൻ പറ്റാത്ത വിധം ഒരു മറവ് സൃഷ്ടിക്കും. അല്ലാത്ത സമയത്ത് ഇത് ഓപ്പണായി കിടക്കും. അപ്പോൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ഇതേലും എന്ത് ചെയ്യാൻ പാടില്ല? തൊടാൻ പാടില്ല. ഇനി തവാഫ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹജ്ജിൻ്റെ ഉംറയുടെ ഒക്കെ അമലുകളിൽ ചെറുതായിട്ടൊന്ന് തിരിയാൻ മറിയൊക്കെ ചെയ്താൽ നിഷ്ഫലമായി പോകുന്ന സംഗതിയാണ് ഈ തവാഫ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു എങ്ങനെ ചുറ്റാൻ പറഞ്ഞുവോ അങ്ങനെ ചുറ്റണം. നമുക്ക് തോന്നിയതുപോലെ എങ്ങനെയെങ്കിലും ചുറ്റിയാലൊന്നും തവാഫാവില്ല. തുടങ്ങുന്നത് ഹജറുൽ അസ്വദ് കൊണ്ടാകണം. ശ്രദ്ധിച്ചോളി, അത് ഒരു ഷർത്താണ്. ഹജറുൽ അസ്വദിന്റെ ഇവിടെ നിന്നല്ലാതെ വേറെ എവിടെ നിന്ന് തുടങ്ങിയാലും ഇവിടം വരെയുള്ള നടത്തം കൂട്ടില്ല. ഒന്ന്. ഇനി വേറെ ഒന്ന് രണ്ട് നിബന്ധനകൾ കൂടി ഞാനിപ്പോൾ തന്നെ പറയാം. മസ്ജിദുൽ ഹറാമിന്റെ അകത്തുകൂടിയാകണം തവാഫ് ചെയ്യുന്നത്. അപ്പം പള്ളിന്റെ പുറത്തു പോയിട്ട് അതിലെങ്ങനെ നടന്ന തവാഫാവില്ല. ചുറ്റുന്നവന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യത്തിന് ആകരുത്. ഒരാളിങ്ങനെ ആളുകളൊക്കെ തവാഫ് ചെയ്യുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഇയാളെ ഭാര്യനെ കാണുന്നില്ല, മൂപ്പത്തിനെ നോക്കി ഇങ്ങനെ നടക്കുക, അത് തവാഫായിട്ട് എണ്ണുമോ? അത് എണ്ണൂല. തവാഫ് ചെയ്യുന്നവൻ തവാഫ് അല്ലാത്ത മറ്റു ലക്ഷ്യത്തിന് വേണ്ടിയാകാൻ പാടില്ല. അതുപോലെ 7 ചുറ്റ് ഉറപ്പായിട്ടും പൂർത്തിയാക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ. ഇനി സുന്നത്തുകളുണ്ട്. ഓരോ തവാഫ് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഹജറുൽ അസ്വദ് തൊടുക, അതിൽ ശബ്ദമില്ലാതെ ചുംബിക്കുക, നെറ്റി വെക്കുക, ഇതൊക്കെ സുന്നത്താണ്. പക്ഷേ തവാഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഇഹ്റാമിലാണുള്ളത്. നാം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്തു. ഒന്നാമത്തെ റുക്കിന്. രണ്ടാമത്തെ റുക്കിനായ തവാഫ് ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്തിൻ്റെ രണ്ടാമത്തെ റുക്കിന്? ഉംറയുടെ രണ്ടാമത്തെ റുക്കിന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെപ്പോലെ വന്ന അനേകായിരങ്ങൾ തവാഫ് ചെയ്യുന്നുണ്ടാവും. എത്ര തിരക്കില്ലാത്ത സമയത്താണെങ്കിലും ആയിരങ്ങൾ അതിൻ്റെ മുമ്പിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അങ്ങോട്ട് അടുത്ത് ചെല്ലാനും എന്നിട്ട് മൊത്താനും ഓരോ റൗണ്ടും ഇങ്ങനെ തവാഫും ഒക്കെ കഴിഞ്ഞിട്ട് ഹജറുൽ അസ്വദ് ചുംബിച്ച് അടുത്ത തവാഫ് അതിനൊന്നും ഇപ്പോൾ സാധിച്ചോളുന്നില്ല. ഇപ്പോൾ എന്തു പറ്റും? ഇത് നേരിട്ട് തൊടാൻ പറ്റിയില്ലെങ്കിൽ കയ്യിൽ വല്ല ആയുധം ഉണ്ടായാലും അതുകൊണ്ട് തൊടാൻ പറ്റുമോ നോക്കണമെന്നാണ്. അതുമില്ലെങ്കിലോ കൈ അതിലേക്ക് ഇഷാറത്താക്കിയിട്ട് ആ കൈ മൊത്തണമെന്നാണ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം തവാഫിൻ്റെ സുന്നത്തായ ഈ ഹജറുൽ അസ്വദ് മൊത്തുക എന്നത് ഇപ്പോൾ നടക്കില്ല. പറ്റുക എന്താണ്? പ്രായോഗിക തലത്തിൽ അതിലേക്ക് കൈ ഇങ്ങനെ കാണിച്ചിട്ട് മൊത്താനേ പറ്റുള്ളൂ. നിങ്ങൾ ആ കല്ലിൻ്റെ ബഹുമാനം എന്ന് ആലോചിച്ച് നോക്ക്. ഈ കല്ലിലേക്കൊരു വടി എടുത്തിട്ട് ആ വടി അതിലേക്ക് ചൂണ്ടിയാൽ ആ വടിക്ക് ബഹുമാനമായി പോയി. ആ വടി മൊത്താൻ മാത്രം ആ വടിക്ക് പ്രത്യേകത വന്നുപോയി. അത്ര ഷർഫാക്കപ്പെട്ട ഒരു കല്ല്, അല്ലാഹുവിൻ്റെ റസൂല് മൊത്തിയ ഇടം. പടച്ച തമ്പുരാൻ നമുക്കതിന് വർദ്ധിച്ച അവസരങ്ങൾ നൽകുമാറാകട്ടെ. അപ്പോൾ ഈ ഹജറുൽ അസ്വദ് മുതലാണ് തവാഫ് തുടങ്ങേണ്ടത്. ഞാൻ ഏകദേശം അതിൻ്റെ സുന്നത്തുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പറയാം. തവാഫ് നമുക്ക് തുടങ്ങാം. ഇവിടെ ഒരു ബ്രൗൺ കളറിലുള്ളൊരു വര കാണാം. ആ വര നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പള്ളിയുടെ അതിൻ്റെ വേറൊരു സംഗതിയും കൂടി ഇടയ്ക്ക് പറയാം.
ഈ കഅബ നിൽക്കുന്ന ഇതിൻ്റെ ചുറ്റും എത്ര ശക്തിയുള്ള ചൂട് സമയത്തും ചൂടാവാത്ത തണുത്തുകൊണ്ട് തന്നെ നിൽക്കുന്ന തരത്തിലുള്ള പ്രത്യേക മാർബിൾ വിരിച്ചിട്ടുണ്ട്. മേൽക്കൂരയില്ല, അവിടെ വെയിലും മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മേൽക്കൂരയില്ലാത്ത മാർബിൾ പതിച്ച ഈ ഭാഗത്തിന് മതാഫ് എന്നാണ് പറയാം. പിന്നെ മതാഫിന് ചുറ്റുമാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതോ പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. മനസ്സിലായല്ലോ? അപ്പോൾ നേരെ ഈ വര ഇങ്ങനെ പോയിട്ട് മേൽക്കൂരയുള്ള പള്ളിയുടെ അവിടെ ചെന്ന് അവസാനിക്കും. പള്ളിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഉണ്ടാവും. അവിടെയൊക്കെ പച്ച ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ പച്ച ലൈറ്റ് കൊടുത്തിരിക്കുന്നത് തവാഫ് തുടങ്ങുകയും തീരുകയും ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വരയിൽ നിന്നാണ് തവാഫ് സത്യത്തിൽ തുടങ്ങുന്നത്. ആദ്യത്തിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ നോക്കണം എവിടെ ഹജറുൽ അസ്വദ്. അതിനിപ്പോൾ സാധാരണക്കാരനായ ഒരു ഹാജി എന്ത് ചെയ്യണം? പോലീസുകാരനെ നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെ പച്ച ലൈറ്റ് തെളിയുന്നതും കാണാം. പിന്നെ ജനങ്ങൾ തവാഫ് തുടങ്ങുകയും തീരുകയും ചെയ്യുന്നത് ഈ സ്ഥലത്തായതുകൊണ്ട് ഇവിടെ അന്യായ തിരക്കും കാണാം. അതുകൊണ്ട് വന്നിട്ട് നമ്മൾ ഏകദേശം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തവാഫ് തുടങ്ങി അങ്ങോട്ട് വരുന്ന ആളുകളെ മുറിച്ചു കടന്ന് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കാതെ തവാഫ് ചെയ്യുന്ന ആളുകളുടെ കൂടെ വെറുതെ അങ്ങനെ നടക്കുക. നടന്ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? വന്നെത്തും. ഇവിടെ വന്നെത്തിയാൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹജറുൽ അസ്വദിൽ നിന്ന് ഒരല്പം ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ നിൽക്കാം. ഒരു കാര്യം കൂടി പറയാം. ഇതിപ്പോൾ ഹജറുൽ അസ്വദ്, ഇത് റുക്കുനുൽ അസ്വദ് എന്ന് പറയും മൂലക്ക്. അടുത്ത മൂലക്ക് റുക്കുനുൽ ഇറാഖി എന്നാണ് പറയുക. അതൊന്നും ഇപ്പോൾ ഹാജിമാർ പഠിച്ചില്ലെങ്കിൽ ഹജ്ജ് ഉംറയൊക്കെ ശരിയാവും. അതിന് റുക്കുനുൽ ഇറാഖി എന്ന് പറയും. ഈ അപ്പുറത്ത് കാണുന്ന മൂലക്ക് റുക്കുനു ഷാമി എന്ന് പറയും. ഈ മൂലക്ക് റുക്കുനുൽ യമാനി എന്ന് പറയും. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ തൊട്ട് മൊത്തം സുന്നത്താണ്. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ തവാഫ് ചെയ്ത് ഇങ്ങനെ വരുന്ന ആളുകൾ കയ്യൊന്ന് അതിലേക്ക് ഇഷാർത്താക്കിയിട്ട് മൊത്തം സുന്നത്തുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇടതുവശം റുക്കുനുൽ യമാനിയിലേക്കും വലതുവശം ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്കും വരുന്ന നിലക്ക് ഇവിടെ നിൽക്കുക. എന്നിട്ട് നിയ്യത്ത് ചെയ്യുക. ആളൊഴിഞ്ഞ സമയമൊക്കെ ആണെങ്കിൽ നിയ്യത്ത് ചെയ്തിട്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹജറുൽ അസ്വദ് മൊത്തിയതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് അധികം പോകാതെ കറക്റ്റ് ഈ റുക്കിനിലേക്ക് നമ്മുടെ ഇടതുവശം വരുന്ന നിലക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാം. അതൊക്കെയാണ് പരിപൂർണമായ രീതി. പക്ഷേ ഇപ്പോൾ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നു, നമ്മളിവിടെ നിന്നിട്ട് തവാഫ് തുടങ്ങുക, നിയ്യത്ത് ചെയ്യുക. ഞാൻ ഉംറയുടെ ഫർളായ തവാഫ് 7 വട്ടം നിർവഹിക്കുവാൻ കരുതി മതി. അതാണ് ആ നിയ്യത്ത് മതി. ആ നിയ്യത്ത് തന്നെ സുന്നത്തേ ഉള്ളൂ. കാരണം നേരത്തെ നമ്മൾ ഹജ്ജ് ക്യാമ്പിൽ നിന്നൊരു നിയ്യത്ത് വെച്ചിട്ടുണ്ട്, നവൈത്തുൽ ഉംറത്താൻ. ആ നവൈത്തുൽ ഉംറത്താന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ഈ തവാഫ്. അതുകൊണ്ട് ഈ തവാഫിന് നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ. അതുപോലെ ഹജ്ജിന്റെ ഫർളായ ഒരു ഇഫാദത്തിന്റെ തവാഫ് വരുന്നുണ്ട്, അതിനും നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ. അതേ സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ തവാഫ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് വസ്ത്രധാരണോ മറ്റൊന്നും ആവശ്യമില്ല. സാധാരണ ഡ്രസ്സിൽ നമ്മൾ വരുന്നു, പള്ളിയിൽ കയറിയ 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെ മസ്ജിദുൽ ഹറാമിൽ വന്നാൽ ഈ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് വരുന്നു, ഞാൻ സുന്നത്തായ തവാഫ് ചെയ്യാൻ കരുതിയെന്ന് നിയ്യത്ത് വെക്കുന്നു, 7 ചുറ്റു പൂർത്തിയാക്കുന്നു. അങ്ങനെ എത്രയോ തവാഫ് ചെയ്യാമെന്നല്ല, ചെയ്യണം. അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. നാളെ മഹ്ശറിൽ ഈ പുണ്യാലയം അള്ളാഹുവിന്റെ മുമ്പാകെ വാശി പിടിക്കുമെന്നാണ്. എന്നെ തവാഫ് ചെയ്തവനെ സ്വർഗത്തിലേക്ക് കടത്തണം, നമുക്ക് വേണ്ടി ശഫായത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഹാജിമാർ വെറുതെ റൂമിൽ ഉറങ്ങിക്കിടക്കരുത്, കിട്ടുന്ന അവസരം മുഴുവൻ ഉപയോഗപ്പെടുത്തണം, തവാഫ് ചെയ്യുക. വേണ്ട, ഒരാൾക്ക് തീരെ ആവതില്ല, ആരോഗ്യമില്ല, എന്നാൽ അയാൾ ഈ സ്ഥാപനം കാണുന്ന അകലത്തിൽ എവിടെയെങ്കിലും വന്നു നിന്നിട്ട് കഅബയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നതിന് പോലും അള്ളാഹു നിങ്ങൾക്ക് വമ്പിച്ച കൂലി തരും. അത്ര വലിയ ബഹുമാനമുള്ള മഹത്തായ ഒരു സ്ഥാപനത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ബോധം നമുക്ക് വേണം. റഹ്മാനായ റബ്ബിന്റെ കാരുണ്യവും പ്രതീക്ഷിച്ചിട്ട് റബ്ബിന്റെ ദർബാറിൽ ഒരാളിങ്ങനെ കറങ്ങി നടക്കുന്നു. ഒരു രാജാവിന്റെ രാജധാനിയിൽ ആ രാജാവിന്റെ ഒരു തിരുദർശനം പ്രതീക്ഷിക്കുന്ന ഒരു പാവപ്പെട്ടവൻ രാജാവിന്റെ കൊട്ടാരത്തിന് ചുറ്റി നടക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഈ ഭവനത്തിന് ചുറ്റും നമ്മളിങ്ങനെ നടക്കുകയാണ്. റബ്ബിന്റെ കാരുണ്യ കടാക്ഷത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഒരു നോട്ടം, ഒരു റഹ്മത്തിന്റെ നോട്ടം റബ്ബ് നമ്മളിലേക്ക് നോക്കണം എന്ന നിലക്ക് ആ നിലക്കുള്ള ഭക്തിയും വിനയവും ഗൗരവവും ഖുശൂഉം ഇതെല്ലാം തവാഫിന് വേണ്ടി വരുന്ന ഹാജിമാരെ മനസ്സിലുണ്ടാകണം. വേറെ ദുനിയാവിന്റെ ചിന്തയോ
ജനങ്ങൾ ചിലപ്പോൾ തവാഫ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ അടക്കം എടുത്ത് ഉപയോഗിക്കുന്നത് കാണാം. ആ ജാതി പരിപാടിയൊന്നും വേണ്ട. വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കണം നമ്മുടെ തവാഫ്. ഇരിക്കട്ടെ, ഇപ്പോൾ പ്രായോഗിക തലത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഹജറുൽ അസ്വദിന്റെ കുറച്ചിപ്പുറം നിന്നുകൊണ്ട് നമുക്ക് നിയ്യത്ത് ചെയ്യാം. ഉംറയുടെ ഫർളായ തവാഫ് 7 വട്ടം നിർവഹിക്കുവാൻ ഞാൻ കരുതി എന്ന അർത്ഥം വരുന്ന ഏതെങ്കിലും ഒരു നിയ്യത്ത് മനസ്സിൽ കരുതുക. എന്നിട്ട് ഒരു കാല് ആ വരയിലേക്ക് എടുത്തു വെക്കുക. ഇടത്തെ കാല് വരന്റെ പുറത്ത് ഇപ്പുറം നിൽക്കട്ടെ. എന്നിട്ട് കൈ ഹജറുൽ അസ്വദിലേക്ക് കാണിക്കുക, മുത്തുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇനി ഹജറുൽ അസ്വദ് അങ്ങ് പാസ് ചെയ്ത് കുറച്ചങ്ങെത്തി പോയാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഹജറുൽ അസ്വദ് ഈ വരയിൽ നിന്ന് തന്നെ നമുക്കിങ്ങോട്ട് തിരിയാം. ഈ വരയിൽ നിന്ന് തന്നെ തിരിയുക. ഇനി നോക്കിക്കോ, തവാഫ് സഹീഹാകണമെങ്കിൽ ഹാജിയുടെ ഇടതുവശം എപ്പോഴും കഅബയിലേക്കായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ നിലക്ക് നമ്മൾ നിയ്യത്ത് ചെയ്ത് ഹജറുൽ അസ്വദ് മൊത്തി, അല്ലെങ്കിൽ ഹജറുൽ അസ്വദിലേക്ക് കൈ ഇഷാറത്താക്കി നമ്മളത് മൊത്തിയിട്ട് ഈ വര അങ്ങോട്ട് കഴിഞ്ഞിട്ട് തിരിയാന്ന് വിചാരിച്ചാൽ ഒരല്പം കൂടി അങ്ങോട്ടായി പോയാൽ തവാഫ് സഹീഹാവൂല. രണ്ടാമത്തെ റൗണ്ടിലാണ് തീരെ സഹീഹാവൂല. അപ്പം അതുകൊണ്ട് ആദ്യം തുടങ്ങുമ്പോഴാണെങ്കിൽ പോലും സൂക്ഷ്മതക്ക് നല്ലത് എന്ത് ചെയ്യുക, ഹജറുൽ അസ്വദിനെ പാസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ തിരിയുക. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് നാം എന്തു ചെയ്യുന്നു, തവാഫ് അങ്ങ് തുടങ്ങുകയാണ്. ഇനി തവാഫ് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഈ സ്ഥാപനത്തെ ചുറ്റി ഇവിടെ എത്തിയാൽ ഒന്നായി. അങ്ങനെ 7 ചുറ്റ് നമ്മൾ ചുറ്റിയാൽ ഒരു തവാഫായി. അങ്ങനെയാണ്. അപ്പോ അല്ലാഹുമ്മ ഈമാനം ബിക വഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലി സുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ദിക്റുകൾ ചൊല്ലിയിട്ട് ഹാജിമാരിങ്ങനെ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് തൊട്ടാ സംഗതി ആ തവാഫ് പിന്നെ ഇങ്ങോട്ട് മാറി നിന്നിട്ട് തുടങ്ങേണ്ടി വരും. തൊടാൻ പറ്റൂല, അത് കഅബത്തിന്റെ ഉള്ളിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെ വരിക. അങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇത് റുക്നുൽ യമാനിയാണ്, അതിലേക്ക് കൈ ഇശാറത്താക്കിയിട്ട് മുത്തുക. എന്നിട്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നമ്മളിപ്പോ ഒരു വട്ടം ആയി കഴിഞ്ഞു എന്ന് നോക്കിക്കോ. ഇവിടുന്ന് ഈ വരമെന്ന് വീണ്ടും ഇങ്ങോട്ട് തിരിയുന്നു. എന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ആ വരമെന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിയുന്നു. ഇടതുവശം പൂർണ്ണമായി കഅബയിലേക്ക് തിരിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ തിരിയാൻ വേണ്ടിയിട്ട് ഹജറുൽ അസ്വദിലേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞിട്ട് നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ കുറച്ചങ്ങോട്ട് തള്ളിപ്പോവും. അപ്പം പിന്നെ അത് കൂട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ തവാഫ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ തിരിയാൻ പോണ്ട, ഇങ്ങനെ അങ്ങ് നടന്നാൽ മതി. എന്നാൽ തവാഫിന് കേടുണ്ടാവില്ല. ഇനി തവാഫിനിടയിൽ ചൊല്ലേണ്ട പല ദിക്റുകളും ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ദിക്റുകൾ പഠിച്ചു അത് തന്നെ ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. ഓരോരോ സംഭവത്തിൽ ഇപ്പോൾ ഹജറുൽ അസ്വദ് മൊത്തി അല്ലെങ്കിൽ ഇഷാറത്താക്കി തുടങ്ങുന്ന സമയത്തിൻ്റെ ദിക്റ്, മുൽത്തഖ സമയത്തേക്ക് എത്തിയാൽ അടുത്ത ദിക്റ്, അതിൻ്റെ അപ്പുറത്ത് അടുത്ത ദിക്റ്, ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ ദിക്റുകളുണ്ട്. അതൊക്കെ അറിയാവുന്നവർ പുസ്തകത്തിൽ നോക്കിയിട്ട് ചെല്ലാൻ നോക്കുക. അറിയില്ലേ, വല്ല അമീറന്മാർ വല്ല പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ വരുന്നെങ്കിൽ അമീറന്മാർ ചൊല്ലിത്തരും, അത് കേട്ടിട്ട് ചെല്ലുക. അതിനും പറ്റൂലേ, എന്നാൽ പിന്നെ നിങ്ങൾ ഖുർആൻ ഓതിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ എന്ത് ചൊല്ലണം എന്നതിനേക്കാൾ തവാഫിൽ പ്രാമുഖ്യം നൽകേണ്ടത് കഅബ ഇടതുവശത്താക്കി മുമ്പോട്ട് നടക്കലായിരിക്കണം. ഒരു സമയത്തും കഅബ വലതുവശത്തോ മുൻവശത്തോ പിൻവശത്തോ ഒന്നും ആകാൻ പറ്റൂല. അപ്പൊ ഒരു തവാഫ് ചെയ്യുന്ന ഹാജി ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ തുടങ്ങി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഈമാനം ബിക എന്ന് പറഞ്ഞ് അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു. അങ്ങനെ തിരിഞ്ഞു, ചിലപ്പോ ഭാര്യ ഒന്ന് അങ്ങോട്ട് കൈ വിട്ടുപോയി, ഒരു തിരക്കുണ്ടായി, അങ്ങനെ തിരിഞ്ഞിട്ട് പിന്നെ മൂപ്പർ ഇങ്ങനെ അങ്ങോട്ട് പോയാ അത് തവാഫ് സഹീഹാവുകയില്ല. ഭാര്യ കൈവിട്ടൊക്കെ പോകും, വിട്ടുപോയി നിങ്ങൾ പേടിക്കേണ്ടത് അവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എവിടെ പോകാനാ? ഇത് ഹറമൻ ആമിന എന്നാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. തവാഫ് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഭാര്യയും ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നത് നോക്കാൻ നമ്മൾ അമീർമാരും വൾട്ടിയർമാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് പോകുന്ന ആളുകളൊക്കെ തവാഫ് തുടങ്ങുന്നതിന് മുമ്പ് തവാഫ് തീർന്നാൽ നമ്മൾ അഥവാ കൂട്ടം വിട്ടുപോയാൽ എവിടെ വരണം ഒരടയാളം കാണിച്ചു കൊടുത്തേക്കണം. ഭാര്യക്ക് ഭർത്താവ് ഓളോടും പറയണം, ഞാൻ എണ്ണം പിടിക്കുന്നത് മാത്രം നീ നോക്കണ്ട, നീയും എണ്ണം പിടിച്ചോ.
കാരണം ഒരു തിരക്കല്ലേ, തിരക്കിലൊന്ന് അങ്ങോട്ടോ കൂട്ടം വിട്ടുപോയാൽ അവൾക്ക് എന്ത് ചെയ്യാം, എണ്ണം പിടിച്ചിട്ട് 7 ചുറ്റ് പൂർത്തിയാക്കി ഭർത്താവ് കാണിച്ചു കൊടുത്ത ഒരു വെള്ള ബോർഡ് ചുറ്റും നോക്കിയാൽ ആ വെള്ള ബോർഡ് കാണും, ആ വെള്ള ബോർഡിന് താഴെ പോയി എന്നാ പോരെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലാതെ തവാഫ് ബാത്തിലാക്കി കളയരുത്. തവാഫ് പോയാൽ സഈ പോയി, സഈ പോയാൽ ബാക്കിയൊക്കെ പോയി, പിന്നെ നിങ്ങളെ ലക്ഷങ്ങൾ വെള്ളത്തിലാവും. അപ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ഈ തവാഫ് തുടങ്ങുന്ന സമയത്ത് പുരുഷന്മാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പുരുഷന്മാര് മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറച്ചെങ്കിലേ തവാഫ് സഹീഹാവുള്ളൂ. അതുകൊണ്ട് തന്നെ തുണി ഉടുത്തതൊക്കെ റെഡി ആയിട്ടുണ്ടോ നോക്കണം. ഇപ്പം നിങ്ങൾ ഇഹ്റാമിലാണ് ഈ തവാഫ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു തുണി ഉടുത്തു ഒരു തുണി പുതച്ചു, വേറെ ഒന്നുമില്ല, ആ രീതിയിലാണ് തവാഫ്. അപ്പൊ അതുകൊണ്ട് ഈ പൊക്കിള് മറിഞ്ഞിട്ടുണ്ടോ എന്ന് വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഇതാ മീസാബ്. മീസാബിന്റെ അടുത്തെത്തുമ്പോൾ ദിക്റുണ്ട്. മീസാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നേരത്തെ വിശദീകരിച്ചില്ലല്ലോ. മീസാബ് ഇതിന് സ്വർണ്ണപ്പാത്തി എന്നാണ് പറയാ. ഹദീസിൽ കാണാം, സല്ലൂ ഫീ മുസല്ലൽ അഖ്യാർ വശറബൂ മിൻ ശറാബിൽ അബ്റാർ. നിങ്ങൾ മഹാന്മാര് നിസ്കരിച്ച സ്ഥലത്ത് നിസ്കരിക്കുക, മഹാന്മാര് നിസ്കരിച്ച സ്ഥലത്ത് നിങ്ങൾ നിസ്കരിക്കുക, മഹാന്മാര് കുടിച്ച വെള്ളം നിങ്ങൾ കുടിക്കുക. അപ്പൊ ചോദിച്ചു, ഏതാണ് ആ മുസല്ലൽ അഖ്യാർ? ഉടനെ വന്നു മറുപടി, തഹ്തൽ മീസാബ്, മീസാബിന്റെ താഴെ. അതെ, ഓരോ ഹാജിയും ഹജ്ജുമ്മയും ഒക്കെ തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട് ഈ ഹിജ്ർ ഇസ്മായിലിനകത്ത് കടന്ന് മീസാബിന് താഴെ വെച്ച് നിസ്കരിക്കുവാനും ദ്വാരക്കാനും ഒക്കെ ശ്രമിക്കണം. താഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണ്, ഒരു സന്ദർഭമാണ്. ഈ മീസാബിന്റെ തഹത്തിലും താഴെയും ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇതുപോലെ ഇവിടെ പ്രത്യേക ദുആണ്ട്, പല സ്ഥലങ്ങളിലും പല ദുആകളുണ്ട്. അതൊക്കെ അറിയാവുന്നവർ അങ്ങനെയും അല്ലാത്തവർ ഖുർആൻ ഓതിയിട്ടും ഒക്കെ തവാഫ് ചെയ്യുക. ഇതാണ് പറയാനുള്ളത്. പിന്നെ ഇനി തവാഫിന്റെ ചില സുന്നത്തുകൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന തവാഫ്, ഈ തവാഫ് കഴിഞ്ഞാൽ ഉടനെ സഅയ് ഉണ്ട്. ഉടനെ സഅയ് ഉള്ള ഏത് തവാഫിലും എന്ത് വേണം? റമല് നടത്തം നടത്തൽ. അതിന്റെ ആ തവാഫിന്റെ ആദ്യത്തെ 3 ചുറ്റിൽ റമല് നടത്തം നടക്കൽ സുന്നത്താണ്. റമല് നടത്തം എന്ന് പറഞ്ഞാൽ കാലടുപ്പിച്ച് വെച്ച് ചുമലൊക്കെ ഒന്ന് കുലുക്കിയിട്ട് ഒരു നടത്തമാണ്, അത് സുന്നത്താണ്. പറ്റുമെങ്കിൽ ചെയ്യാം, എല്ലാം ഒന്നും ഇപ്പൊ തിരക്കിൽ നിങ്ങൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. ഇനിയിപ്പോ റമല് നടത്തം നടക്കാൻ പറ്റില്ല എന്ന് ഓർത്തിട്ട് നിങ്ങളെ ഉംറക്കെട്ട് കേടും വരൂല. അതേപോലെ വേറെ ഒരു സുന്നത്താണ് ഇൽത്തിബായ് വേഷം ധരിക്കൽ. അതിപ്പോ ഇഹ്റാമിന്റെ വേഷം ധരിച്ച് നിങ്ങൾ കണ്ട, ഞാൻ ഒരാളെ കാണിച്ചു തരാം. കേട്ടോന്നേ, ഇഹ്റാമിന്റെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൽത്തിബാവും അതേപോലെ റമല് നടത്തം നടക്കലും ഒക്കെ പെണ്ണുങ്ങൾക്ക് ഇല്ലാട്ടാ, ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ആണുങ്ങളെ കാണിച്ചാൽ മതിയല്ലോ. പുരുഷന്മാര് ഈ പിന്നെ ഇഹ്റാമിന്റെ വേഷം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഉണ്ടാവും, ഒരു തുണി ഉടുത്ത് ഒരു തുണി പുതച്ചു. ഇത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടിക്കെട്ടാവോ? ഇതൊന്നും കൂട്ടിക്കെട്ടാവോ? കെട്ടാൻ പറ്റൂല. പിൻ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതൊക്കെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം പഠിച്ചോളി. ചില ആളുകളൊക്കെ കൂട്ടിക്കെട്ടി പിൻ ചെയ്തതൊക്കെ കാണാം, പാടില്ല, ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ ഓപ്പണായി തന്നെ കിടക്കണം. ഇനി തവാഫ് തുടങ്ങുന്ന സമയത്ത്, അതായത് ഇവിടെ നെടുമ്പാശ്ശേരി എന്നല്ല, കരിപ്പൂരിൽ നിന്നല്ല, ജിദ്ദയിലല്ല, മക്കത്ത് റൂമിലല്ല, പിന്നെയോ കഅബത്തിന്റെ മുറ്റത്ത് വന്ന് തവാഫ് തുടങ്ങാൻ പോകുന്ന സമയത്ത് ഇൽത്തിബായ രീതി സ്വീകരിക്കണം. അതെന്താ സംഭവം? കണിക്ക് ഈ വലത്തെ ചുമല് പുറത്താക്കിയിട്ട് എന്ത് ചെയ്യണം? ഇത് ചുറ്റണം. അങ്ങനെ, ഇതാണ് സംഭവം. ഈ രീതിയിൽ വസ്ത്രം ധരിക്കണം. എന്താ പറ്റിയില്ലേ? ഇങ്ങനെ ഈ വലത്തെ ചുമല് പുറത്തായിരിക്കും. ഈ രീതിയിൽ വസ്ത്രം ധരിക്കേണ്ടത് ഈ തവാഫിലും തവാഫ് കഴിഞ്ഞിട്ടുള്ള സഅയിലും മാത്രമാണ്. അറഫയിലല്ല, മിനയിലല്ല, മുസ്ദലിഫയിലല്ല, നെടുമ്പാശ്ശേരിയിലല്ല. പല ഹാജിമാരും എത്ര പറഞ്ഞു കൊടുത്താലും ഇവിടുന്ന് തന്നെ ഇങ്ങനെ മാറ്റി വന്നിരിക്കുന്നതാണ്. അതിന്റെ ആവശ്യമില്ല. അത് ആവശ്യമില്ലാത്തൊരു സംഗതി നമ്മൾ എന്തിനുണ്ടാക്കുന്നത്? തവാഫിൽ മാത്രം. എത്രത്തോളം എന്ന് പറയാ, ഇമാം നവവി തങ്ങൾ ഇലാഹിൽ വിവരിച്ചത് കാണാം. തവാഫ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ, ആ സമയത്ത് വീണ്ടും ആ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാ. ഇങ്ങനെ ആക്കുക, എന്നിട്ട് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ സഅയ് തുടങ്ങുമ്പോൾ വീണ്ടും ഇൽത്തിബാ രീതി സ്വീകരിക്കുക എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ തവാഫ് കഴിഞ്ഞു, വശറബൂ മിൻ ശറാബിൽ അബ്റാർ, നമുക്ക് സംസം കുടിക്കണം ഇൻഷാ അല്ലാഹ്, ഇഷ്ടം പോലെ കുടിക്കണം. ആ സംസം കുടിച്ചാൽ തന്നെ
എല്ലാ ക്ഷീണവും നിങ്ങളുടേത് മാറും, നല്ല ആരോഗ്യവും ഉണ്ടാവും. പക്ഷെ അതിന് ഈമാനാണ് വേണ്ടത്. ഈമാൻ ഉള്ളവനാ സംസം കൂടുതൽ കുടിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പോയിട്ടുണ്ട്. ഈമാൻ കുറഞ്ഞവർക്ക് അതങ്ങനെ കുടിക്കാൻ കഴിയില്ല. ഇരിക്കട്ടെ, ഒരു കാര്യം പറയാം. 2-3 വർഷം മുമ്പ് ഹാജിമാരിയായിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഈ സംസം കിണർ കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിപ്പോ ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഈ കാബത്തിന്റെ മുൻവശത്ത് മക്കാമു ഇബ്രാഹിമിൽ നിന്ന് അല്പം അങ്ങോട്ട് മാറിയിട്ടാണ് കിണറുള്ളത്. പക്ഷെ ഇന്ന് അവിടെ നമുക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി മാർബിൾ വിരിച്ചുപോയി. അപ്പൊ കിണർ അടിയിലാണ്, ചില്ല് കൂട്ടിനുള്ളിലാക്കി സംരക്ഷിച്ചിട്ടുണ്ട്. ആ അടിയിലേക്ക് ഇറങ്ങിപ്പോകാൻ ഒരു പാസേജ് നേരത്തെ 2 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ആ പാസേജും ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ഇപ്പം വെള്ളം മേലെ എടുത്ത് ക്യാനിൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ മാ ഉസംസം, സുഖിയ സംസം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക, പച്ച മഷിയിൽ ഗൈർ മുബറദ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ഹാജിമാർ പഠിച്ചൊക്കെ നല്ലതാണ്. മുബറദും ഉണ്ട്, ഗൈറു മുബറദും ഉണ്ട്. മുബറദ് എന്ന് പറഞ്ഞാൽ തണുപ്പിച്ചത്, ഐസിട്ടത്. ഗൈർ മുബറദ് എന്ന് പറഞ്ഞാൽ തണുപ്പിക്കാത്തതെന്നാ. ആ തണുപ്പിക്കാത്തത് കുടിച്ചാൽ മതി. അവിടെ ചെന്നിട്ട് നല്ല തണുപ്പിച്ച ഈ ഐസിട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തൊണ്ടവേദന എടുക്കും. അതിന് സംസം ഉത്തരവാദി ആവില്ല, അതിൻ്റെ അകത്ത് കലർത്തിയിരിക്കുന്ന മറ്റേ സാധനം ഉത്തരവാദി. അതുകൊണ്ട് ഗൈർ മുബറദ്, പച്ച ബോർഡ് ഉള്ളത് നോക്കി കുടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സംസം കുടിക്കലും തവാഫ് കഴിഞ്ഞാലുള്ള സുന്നത്താണ്. വീണ്ടും അജർ മൊത്തലും ദ്വാരക്കലും ഒക്കെ ഉണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് പ്രായോഗിക തലത്തിൽ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും പറ്റുന്നതൊക്കെ ചെയ്യുക. പിന്നെ പ്രധാനമാണ് 2 റക്അത്ത് നിസ്കരിക്കണം. ആ നിസ്കരിക്കുന്നത് ഈ മക്കാമു ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ചാകലും സുന്നത്താണ്. അവിടെ തവാഫ് നടക്കുകയായിരിക്കും, തിരക്കുണ്ടാവും. തവാഫ് ചെയ്യുന്നവർക്ക് ശല്യമാകുന്ന വിധം തൊട്ടടുത്ത് തന്നെ നിന്നോളന്നില്ല. 300 മുഴം അകലെ പോയി നിന്നാൽ പോലും മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ചതിന്റെ കൂലി കിട്ടുന്ന. ഇനി അവിടെ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും മസ്ജിദുൽ ഹറാമിൽ നിന്നോ വേറെ എവിടെ വെച്ചും ആ നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. അതുകൊണ്ട് തവാഫ് ചെയ്യുന്നവർക്ക് ശല്യമാകുന്ന വിധം തവാഫ് കഴിഞ്ഞവന്റെ 2 റക്അത്ത് അവിടെ വെച്ച് ആ സമയത്ത് തന്നെ വാശി പിടിച്ച് നടത്തി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, തവാഫിനിടയിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാല് ചവിട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ആരോടും ഒരു പരാതിയുമില്ലാത്ത, ആരെയും ഉപദ്രവിക്കാത്ത, ആരോടും ഒരു വിഷമം തോന്നാത്ത ഒരു ഹാജിയായി ഞാനും നിങ്ങളും ഒക്കെ മാറണം. അതിന് ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. തവാഫ് വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടത്, ചെയ്യുന്നവന്റെ ഇടതുവശം എപ്പോഴും കഅബയിലേക്ക് ആകുന്ന വിധം തിരിയണം എന്നാണ്. ഇനി ഇടക്ക് അതേപോലെ തവാഫ് തുടരെ ചെയ്യണം. അത് സുന്നത്താണ്, നിർബന്ധമില്ല. ഒരു വയസ്സായ ഹാജി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ക്ഷീണം വന്നു. ആ ക്ഷീണത്തോടു കൂടി കുറച്ച് സമയം ഇരുന്നിട്ട് രണ്ടാമത് ബാക്കി ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ല. എവിടെയാണോ മുറിഞ്ഞത് അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടിക്കൊടുത്താൽ മതി. എവിടെയാണോ തവാഫ് ഇയാൾ ക്ഷീണം കൊണ്ട് ഇരുന്നു പോയത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ചെയ്താൽ മതി. ആദ്യം മുതൽ തന്നെ ചെയ്യലാണ് സുന്നത്ത്. അത് വേറെ കാര്യം. അപ്രകാരം തന്നെ തവാഫ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇഖാമത്ത് കൊടുക്കും. അപ്പൊ നമ്മളെ തവാഫ് അവിടെ നിർത്തേണ്ടി വരും. ആ നിർത്തിയെടുത്തുനിന്ന് ബാക്കി ചെയ്തിട്ട് 7 ചുറ്റ് പൂർത്തിയാക്കിയാൽ മതി. 7ഓ 6ഓ എന്ന് സംശയം വന്നാൽ 6 ആയിട്ടുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ട് ഒരു ചുറ്റും കൂടി ചുറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വുളു മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. വുളു മുറിഞ്ഞു പോയാൽ പള്ളിക്ക് അകത്ത് തന്നെ വുളു എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും അത് കണ്ടെത്തില്ല. പിന്നെ അവൻ പുറത്തു പോയിട്ട് വുളു ഒക്കെ എടുത്ത് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും അടുത്ത ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. തവാഫിന് ബുദ്ധിമുട്ട് നേരിടും. അങ്ങനെയൊക്കെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനാ പറയുന്നത്. പരമാവധി വുളു മുറിഞ്ഞു പോകാതെ നോക്കുക. പിന്നെ ഭാര്യനെ തൊട്ടാലൊന്നും മുറിയാത്ത രീതിയിൽ നമ്മൾ നേരത്തെ വുളു എടുത്തിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ സൂക്ഷ്മമായി പാലിച്ചുകൊണ്ട് തവാഫ് ചെയ്യുക. അള്ളാഹു ഒരുപാട് തവാഫ് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ തവാഫിന്റെ ശേഷം നിർവഹിക്കേണ്ട 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും അതിൻ്റെ പ്രാർത്ഥനയും കഴിയുമ്പോൾ സംസം കുടിക്കലും മറ്റുമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉംറയുടെ 3ാമത്തെ റുക്നായ സഈ ചെയ്യാൻ പോകാം. ചില ഹാജിമാർ വിചാരിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ ഏകദേശം 2-3 മണിക്കൂറായി വയറ് തുടങ്ങിയിട്ട്, ഇതുവരെ ഉംറ തന്നെ തീർന്നിട്ടില്ല. പഠിച്ചോനെ ഇനിയിപ്പോൾ ഹജ്ജ് എന്നാണോ തീരുക? അങ്ങനെയുള്ള ബേജാറുങ്ങൾക്ക് വേണ്ട. കാരണം ഉംറയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ള എല്ലാ റുക്കുനുകളും ഹജ്ജിനും ബാധക. പിന്നെ ഹജ്ജിന് നമുക്ക് തവാഫ് ചെയ്യണം. അത് ഈ ചെയ്തതുപോലെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് സഈ ചെയ്യണം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് ഇനി മസ്അയിലേക്ക് പോവുകയാണ്.
സഈ എന്ന് പറയുന്നത് സഫാ മറുവക്കിടയിൽ 7 നടത്തം നടക്കുന്നതിനാണ്. ബാബു സഫ എന്ന് പറഞ്ഞിട്ടൊരു വാതിൽ കാണാം, ഒരു വെള്ള ബോർഡ്. അതിലൂടെ നമ്മൾ നേരെ അങ്ങ് കയറി 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 നിങ്ങളറിയാതെ നിങ്ങൾ എവിടെ എത്തും? സഫൻ്റെ മേലെ എത്തും. സഫ ഒരു പർവ്വതമാണ്, മർവ വേറെ ഒരെണ്ണമാണ്. പക്ഷേ ആ നിലക്ക് ഒരു മലയായിരിക്കും എന്നോർത്ത് ഇവിടെ നിങ്ങൾ പോയാൽ മല ഇപ്പം നാടെ കാണൂല. സഈ എന്ന് പറഞ്ഞാൽ സഫ മറുവക്കിടയിൽ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ്. സഫയിൽ നിന്ന് മറുവയിലേക്ക് 1, മറുവയിൽ നിന്ന് സഫയിലേക്ക് 2, അങ്ങനെയാണ് എണ്ണം പിടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 1 അല്ല. ഈ നടത്തം മഹദി ഹാജർ ബീവി റളിയല്ലാഹു അൻഹായെ അനുസ്മരിച്ചുകൊണ്ടുള്ളതാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫിലിസ്തീനിലായിരുന്നപ്പോൾ അള്ളാഹു ഓർഡർ നൽകുകയാണ്, അൻ യഖ്റുജ ബിഹാജർ വവലദിഹാ ഇലാ മക്ക. ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും കൂട്ടി മക്കയിലേക്ക് പോകാൻ. വയത്രുകഹാ ഹുനാക്, അവരെ അവിടെ വിട്ടേക്കുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. പടച്ചവൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ, അഗ്നി പരീക്ഷണങ്ങൾ തന്നെ അതിജയിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ചോര പൈതലിനെയും ആ പൈതലിൻ്റെ മാതാവ് ബീവി ഹാജറിനെയും കൂട്ടി മക്കയിലേക്ക് യാത്രയാകുന്നു. പരിശുദ്ധമായ കാബ മന്ദിരത്തിനരികിൽ പിന്നീട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്ന് പുനർനിർമ്മാണം നടത്തിയ കാബായുടെ അസ്ഥിവാരം അവിടെയുണ്ട്. അതിനരികിൽ അവരെ കൊണ്ടുപോയി പാർപ്പിച്ചു. എന്താണ് ആ സമയത്ത് അവസ്ഥ? ഇന്നത്തെ മക്കയല്ല, അവിടെ ആരോരുമില്ല. കരിമ്പാറ കൂട്ടങ്ങൾ കാവൽ നിൽക്കുന്ന അനന്തവിസ്തൃതമായ മരുഭൂമിയാണ്. ജീവസ്പന്ദങ്ങളുടെ സൂചനകൾ ഏതുമില്ലാത്ത ഊഷരതയിൽ മരുക്കാറ്റിൻ്റെ പരുക്കൻ മന്ത്രണങ്ങൾ മാത്രമാണ് കൂട്ട്. ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും, ഹൈസുലാ മാ വലാ സറഅ വലാ അനീസ വലാ ജലീസ്. വെള്ളമില്ല, കൃഷിയില്ല, മിണ്ടിപ്പറയാൻ വേറെ ഒരു മനുഷ്യജീവിയില്ല, ആരോരുമില്ല. ഈ വിജനതയിൽ ഒരു ഉമ്മയെയും ചോര പൈതലിനെയും തനിച്ചാക്കി യാത്രയാകുവാനാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന. ബഹുമാനപ്പെട്ടവർ അക്ഷരാർത്ഥത്തിൽ അത് അംഗീകരിച്ചു. അവരെ അവിടെ പാർപ്പിച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഹാജർ വിളിച്ചു, അല്ല, നിങ്ങളെങ്ങോട്ട് പോകുന്നു? ആരോരുമില്ലാതെ ഞങ്ങളെ ഇവിടെ ഒറ്റക്കിരുത്തിയിട്ട് അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? ബഹുമാനപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയില്ല. ആ സന്ദർഭത്തിലാണ് മഹദി ചോദിച്ചത്, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു പറഞ്ഞിട്ട് പോവുകയാണോ നിങ്ങൾ? ഉടനെ മറുപടി വന്നുപോയി, നഅം, അതെ. ഹാജർ ബീവി അടുത്ത പ്രതികരണം, ഇദൻ ലാ യുളയ്യിഉനാ, എങ്കിൽ ആ അല്ലാഹു ഞങ്ങളെ പാഴാക്കുകയില്ല, അങ്ങേക്ക് പോകാം. ഹജ്ജിന് വരാനൊരുങ്ങുന്ന, സഈ ചെയ്യാൻ പോകുന്ന എൻ്റെ ഹജ്ജുമ്മമാരൊക്കെ ചിന്തിക്കുക, ആ ഹാജർ എന്ന പെണ്ണിൻ്റെ മനക്കരുത്ത്, അവരുടെ വിശ്വാസത്തിൻ്റെ കടുപ്പം, കൽബിലെ യഖീൻ, ഇതൊക്കെ സ്വായത്തമാക്കിയിട്ട് വേണം നിങ്ങൾ തിരിച്ചു വരാൻ. അള്ളാഹുവിൻ്റെ ആജ്ഞയാണെങ്കിൽ അങ്ങേക്ക് പോകാം. ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം, കുറഞ്ഞ കാരക്ക, ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. ഇസ്മായിൽ കാലിട്ടടിച്ചു, കരയാൻ തുടങ്ങി. കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ. അള്ളാഹുവിൽ നല്ല പ്രതീക്ഷയും അള്ളാഹുവിലെല്ലാം ഭരമേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അന്വേഷിക്കുക, ശ്രമം നടത്തുക, അത് മനുഷ്യൻ്റെ കടമയാണ്. ഇതനുസരിച്ച് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ ചോര പൈതലിന് കുടിക്കാനൊരിറ്റ് ദാഹജലമെങ്കിലും കിട്ടാൻ വല്ല മാർഗവുമുണ്ടോ അന്വേഷിച്ചുകൊണ്ട് സഫയിലേക്ക് ഓടിക്കയറി. ചുറ്റുഭാഗത്തും നോക്കി, ഇല്ല, എവിടെയും
യാതൊരു ലക്ഷണവും കാണുന്നില്ല. നേരെ അവിടെ നിന്നിറങ്ങി മറുവയിലേക്ക് പോയി, ചുറ്റുഭാഗത്തും നോക്കി, തിരിച്ചു വീണ്ടും സഫയിലേക്ക്. ഒരു ചോര പൈതലിനെ നൊന്തു പെറ്റ ഉമ്മ ആ കുട്ടിയുടെ ദാഹം ശമിപ്പിക്കുവാൻ ഒരിറ്റ് വെള്ളം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ആ നടത്തത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അങ്ങനെ ഹാജർ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നോക്കുകയാണ്. അതിനിടയിൽ അള്ളാഹുവിൻ്റെ സഹായവുമായി ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുന്നു. ജിബ്രീൽ ചിറകിട്ടടിച്ച സ്ഥാനത്ത് നിന്ന് സംസം ഉറവ പ്രവഹിക്കുന്നു. വെള്ളം മരുഭൂമിയിൽ അത്ഭുതകരമായി വെള്ളം ഉറവയെടുക്കുകയാണ്. ആ സമയത്ത് മഹദി സം സം അടങ്ങുക അടങ്ങുക എന്ന് പറഞ്ഞു. അവരുടെ ഭാഷയിൽ അതിനർത്ഥം അതാണ്. ഈ വെള്ളമാണ് സംസം വെള്ളം. ലോകമൊട്ടാകെ കൊണ്ടുപോകുന്നു. ലക്ഷക്കണക്കായ ഹാജിമാർ ഉപയോഗിക്കുന്നു, കുടിക്കുന്നു, തലയിൽ കോരിയൊഴിക്കുന്നു, പാത്രത്തിലാക്കി ലോകം എമ്പാടും കൊണ്ടുപോകുന്നു. തീരാതെ ഇന്നും അത്ഭുതകരമായി സംസം നിലനിൽക്കുകയാണ്. ഈ ഹാജർ ബീവി റളിയല്ലാഹു അൻഹായുടെ ഓട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോഴും സഅയ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ പറയാം. മക്കത്തും മദീനത്തും ഒക്കെ നല്ല ഈമാനും ഇൽമും ഉള്ള മനുഷ്യൻ പോയാൽ തിരിച്ചു വരുമ്പോഴേക്ക് കറ കളഞ്ഞ സുന്നിയായി തീരും. സർവ പ്രവർത്തനങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നതാണ്. ഇബ്രാഹിം നബിയുടെ ശരീരം മറവ് ചെയ്ത സ്ഥലമല്ല ഇബ്രാഹിം മക്കാം എന്ന് പറയുന്നത്. കേവലം അവിടുന്ന് ചവിട്ടി നിന്ന ഒരു കല്ലെടുത്ത് സൂക്ഷിച്ച സ്ഥലം, അതിന് മക്കാം എന്നാണ് വിളിക്കുന്നത്. ഖുർആൻ തന്നെ ഇബ്രാഹിം മക്കാം എന്നതിനെ വിളിച്ചിരിക്കുന്നു. ഒരു കല്ലിനെ പോലും നമ്മൾ ആദരിക്കുന്നു. സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ അള്ളാഹു ആദരിച്ചതിനെയൊക്കെ ആദരിക്കുക, അള്ളാഹു ബഹുമാനിച്ചതിനെയൊക്കെ ബഹുമാനിക്കുക. അതൊരു കല്ലാണെങ്കിലും ശരിയാണ്. അലോക്കാന കല്ലൻ എന്താ. അതേപോലെ മഹാന്മാരെ അനുസ്മരണം, അവരുടെ കഥകൾ, അവരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വായിക്കാറുണ്ട്. മൗലിദ് ഓതുക എന്നാണ് ഇനി പറയും. അതുപോലും പാടില്ല എന്ന് പറയുന്ന ആളുകൾ കാണാം. പക്ഷേ അവിടെ ചെന്നാൽ അനുസ്മരണത്തിന് ഓതിയാ പോരാ, ഓടണം. തിരിച്ചറിവുള്ള ആളുകൾ മടങ്ങിയെത്തുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ ആശയങ്ങളും അരക്കിട്ടുറപ്പിക്കപ്പെട്ടവരായിട്ട് വരും. അല്ലാത്തവർ വഴിതെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. ഇരിക്കട്ടെ, ഈ നടത്തം അതിനാണ് സഅയ് എന്ന് പറയുന്നത്. ഇത് സ്വഹീഹാകാൻ നേരത്തെ നമ്മൾ തവാഫിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒന്ന് തിരിയെ മറിയെ ചെയ്താൽ ബാത്തിലായി പോകുന്നില്ല. സഫൻ്റെ മേലേക്ക് കയറണം. അതിപ്പോൾ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ഹാജിമാർ ഓട്ടോമാറ്റിക്കായിട്ട് കയറി സഫൻ്റെ മുകളിലെത്തും. സഫാ മറുവക്കിടയിലുള്ള അകലം 395 മീറ്ററാണ്. ഇത് രണ്ടായി ഭാഗിച്ചിരിക്കുന്നു. അങ്ങോട്ട് പോകാനൊരു വഴിയും ഇങ്ങോട്ട് വരാനുള്ള വഴിയും. അതിൻ്റെ മധ്യത്തിലായി ഉന്തുവണ്ടി കൊണ്ടുപോകാനുള്ള ഒരു ബാരിക്കേഡ് കാണാം. ആ വഴി അവസാനിക്കുന്ന സ്ഥലത്തെത്തിയാൽ സഫൻ്റെ മേലെയായി എന്നാണ്. അതിൻ്റെയും മേലെ നമ്മൾ അല്ലാതെ തന്നെ കയറിയെത്തിപ്പോവും. അപ്പോൾ സഅയ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഉന്തുവണ്ടി കൊണ്ടുപോകുന്ന സെൻറ്ററിലുള്ള ആ പാതയോട് അടുത്ത് നടക്കുക. അത് നമ്മുടെ സഅയ് കൃത്യമായി സഫാ മറുവക്കിടയിൽ തന്നെയാണെന്ന് തീർത്തും ഉറപ്പിക്കുവാൻ അത് നല്ലതാണ്. പിന്നെ സഅയ് തുടങ്ങുമ്പോൾ നേരത്തെ പോലെ തന്നെ ഉംറയുടെ ഫർളായ സഅയ് ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്ത് സുന്നത്താണ്. വുളൂ, അതുപോലെ ഔറത്ത് മറക്കൽ, ഇർത്തിബാ വേഷം ധരിക്കൽ, അതൊക്കെ സുന്നത്താണ് സഅയിനെ സംബന്ധിച്ചിടത്തോളം. ഒരു വയസ്സായ ഒരു ഹാജി സഅയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വുളൂ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇനി അങ്ങനെ തന്നെ സഅയ് ചെയ്താൽ സഹീഹാകുമോ? ഉംറ കിട്ടുമോ? കിട്ടും, സഹീഹാകും. വുളൂയോട് കൂടി ചെയ്യലാണ് സുന്നത്ത്. നിർബന്ധമുള്ളത് തെർത്തീബ്, അത് വിട്ടുപോയിക്കൂടാ. തെർത്തീബ് എന്ന് പറഞ്ഞാൽ
സഫയിൽ നിന്ന് തുടങ്ങുക മർവ, മർവയിൽ നിന്ന് സഫ. അപ്പോൾ ഒരാൾ മർവയിൽ നിന്ന് തുടങ്ങി സഫയിലെത്തി, പിന്നെ സഫയിൽ നിന്ന് മർവയിലേക്ക് പോയി, എന്നാൽ അത് ഒന്നേ കൂട്ടുള്ളൂ. കാരണം മർവയിൽ നിന്ന് തുടങ്ങിയത് തെർത്തീബിനെതിരാണ്. തെർത്തീബ് എന്ന് പറഞ്ഞാൽ സഫയിൽ നിന്ന് തുടങ്ങണം, എന്നിട്ട് മർവ, മർവയിൽ നിന്ന് പിന്നെ സഫ, അത് രണ്ടാവും. അതായ സമയത്ത് ഒരാൾ മർവയിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയാൽ സഫയിൽ വരുന്നത് വരെ നടന്നത് ഉണ്ടാവില്ല, കൂട്ടില്ല. പിന്നെ സഈനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, സ്വഹീഹായ ഒരു തവാഫിന് ശേഷമേ സഈ ശരിയാവുള്ളൂ. അപ്പോൾ ഒരാൾ സഈ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് തവാഫ് സഹീഹായിരുന്നില്ല എന്ന് മനസ്സിലായത്, എന്നാൽ പിന്നെ തവാഫ് മാത്രം മടിക്കാൻ മതിയാവില്ല, തവാഫ് കഴിഞ്ഞിട്ട് വീണ്ടും സഈ ചെയ്യേണ്ടി വരും. പിന്നെ സഈനിടയിൽ പല ദിക്റുകളും നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ സുന്നത്തുള്ളതുണ്ട്. അതൊക്കെ അറിയാവുന്നവർക്ക് നോക്കിയിട്ടോ അല്ലാതെയോ ഒക്കെ ചൊല്ലാം, അല്ലാത്തവർക്ക് ഖുർആൻ ഓതാം. ഫൈദാ സഇദ ഇസ്തഖ്ബലൽ ഖിബ്ല, മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം, സഫന്റെ മേലെ കയറിയാൽ ഖിബ്ലയിലേക്ക് തിരിയുക. സഫന്റെ മുകളിൽ കയറിയിട്ട് തിരിഞ്ഞാൽ നമുക്ക് കഅബ കാണാൻ കഴിയും. വഹല്ലല വകബ്ബറ, തഹ്ലീലും തക്ബീറും ചൊല്ലുക. ഫയഖൂൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അലാ മാ ഹദാന വൽഹംദുലില്ലാഹി അലാ മാ ഔലാന എന്ന് തുടങ്ങുന്ന ദിക്ർ, ആ ദിക്റും ചൊല്ലി സഫയിൽ നിന്ന് നമ്മൾ ഇറങ്ങും. അതിന് മുമ്പ് ഒന്നുകൂടി പറയാം, സഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്ന് എണ്ണി പറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് സഈ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ദുആ ചെയ്യുക, മനസ്സ് പൊട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇരുലോക വിജയത്തിന് വേണ്ടി, ഈമാൻ സലാമത്തായി കിട്ടാൻ വേണ്ടി, ലോക മുസ്ലിമീങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ലോക ജനതയുടെ പുരോഗതിക്ക് വേണ്ടി എല്ലാം അവിടെ വെച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യണം. അങ്ങനെ സഫയിൽ നിന്ന് ദിക്റും ചൊല്ലി ഇറങ്ങി നാം കുറച്ചങ്ങ് ചെല്ലുമ്പോൾ പച്ച ലൈറ്റും പച്ച പെയിൻറ്റും ഒക്കെ അടിച്ചിട്ടുള്ള തൂണുകൾ കാണാം. ഈ പച്ച തൂണുകൾക്കിടയിൽ ദ്രുതഗമനം ചെയ്യണം. ഓടുകയല്ല, സാവകാശം നടക്കുകയല്ലാത്ത രീതിയിൽ ധൃതിയിൽ സഈ ചെയ്യൽ സുന്നത്താണ്. അത് പെണ്ണുങ്ങൾക്ക് സുന്നത്തില്ല, ആ സുന്നത്തും ആണുങ്ങൾക്ക് ഉള്ളൂ. സഫന്റെ മുകളിലേക്ക് കയറുക, അതൊക്കെ ആണുങ്ങളെ സുന്നത്താണ്. യഥാർത്ഥത്തിൽ ഒരു പെണ്ണിൻ്റെ പ്രവർത്തനത്തെ അനുസ്മരിച്ചാണ് നടക്കുന്നതെങ്കിലും ഇത് അവരന്ന് ഓടിയത് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ അതിൻ്റെ അനുസ്മരണം ആണുങ്ങൾ നടത്തിയാൽ മതി എന്നാണ് പഠിച്ചവൻ്റെ തീരുമാനം. അതുകൊണ്ട് പെണ്ണുങ്ങളോടാ നടക്കണ്ട. അതുപോലെ വയസ്സായ ആളുകൾ, രോഗികൾ, സ്ത്രീകളൊക്കെ കൂടെയുള്ള ആളുകളും ഓടിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. പച്ചത്തൂണുകൾക്കിടയിൽ പ്രത്യേകിച്ചും സഈൽ പൊതുവെയും വളരെ പ്രാധാന്യത്തോടെ ചെല്ലേണ്ട ഒരു ദിക്റാണ് റബ്ബി ഗഫിർ വർഹം വഅഫു വതകറം വതജാവസ് അമ്മാ തഅലം ഇന്നക തഅലം മാ ലാ നഅലം ഇന്നക അൻത അൽ അസ്സു അൽ അക്രം റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇതൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്ന ദുആയാണ്. നേരത്തെ ഞാൻ തവാഫ് പറഞ്ഞില്ലേ, അപ്പോൾ ശ്രദ്ധിക്കണം, റുക്നുൽ യമാനിയുടെയും റുക്നുൽ അസ്വദിൻ്റെയും ഇടക്ക് റബ്ബന ആതിന തുടങ്ങുന്ന ആ എല്ലാം ഉൾക്കൊള്ളുന്ന ദുആ, അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്താൻ. അതുപോലെ മസ്അയിലും സഈനിടയിലും ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള ദിക്റുകളാണ്. അതൊക്കെ ചെല്ലാൻ പറ്റുന്നൊരു ചെല്ലുക, അല്ലാത്തൊരു ഖുർആൻ ഓതുക. അങ്ങനെ നമ്മൾ ചെന്ന് ഒന്ന് തിരികെ മറിയുകയും ചെയ്തിട്ട് സഈയൊന്നും ബാത്തിലായി പോകുന്നില്ല. നേരെ മർവയിലെത്തിയാൽ ഒന്നായി, മർവയിൽ നിന്ന് വീണ്ടും സഫയിൽ 2, മർവയിൽ 3, സഫയിൽ 4, മർവയിൽ 5, സഫയിൽ 6, മർവയിൽ 7. അവിടെ സഈ പൂർത്തിയായി. വീണ്ടും സഈ പൂർത്തിയായതിൻ്റെ ശേഷമുള്ള ദുആയും മറ്റുമൊക്കെ നിർവഹിക്കുക. മുടിയെടുക്കുക. അപ്പോൾ മുടിയെടുക്കുക എന്നത് ഉംറയുടെ 4ാമത്തെ റുക്കനായിരിക്കും. 1ാമത്തെ റുക്കന് ഇഹ്റാം, 2ാമത്തത് എന്തായിരുന്നു? തവാഫ്, 3ാമത്തത് ഈ ചെയ്ത സഈ, 4ാമത്തത് മുടിയെടുക്കുക. ഇപ്പം മുടി കളയണ്ട, നമുക്ക് ഉടനെ തന്നെ ഹജ്ജ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ മുടി എടുത്താൽ മതി. ഒരു 3 മുടി മുറിച്ചാൽ സംഗതി മതി. സ്ത്രീകൾ ഈ മറുവയിൽ തന്നെ വെച്ചുകൊണ്ട് മുറിക്കുന്നത് ആയിരിക്കില്ല നല്ലത്. അവർ വീട്ടിൽ പോയിട്ട്
റൂമിൽ ചെന്നിട്ട് മറ്റ് അന്യപുരുഷന്മാരെ കാണാൻ സാധ്യതയില്ലാത്ത വിധം മുറിക്കുക. ഒരു വിരൽ കൊടിയോളം ത്തിൻ്റെ വലുപ്പത്തിൽ മുറിച്ചാൽ മതി. നിങ്ങൾ ഒരിക്കലും മുടി കളയേണ്ടതില്ല, ഞാൻ കാര്യത്തിൽ പേടിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ മുടി മുറിക്കുന്ന സമയത്ത് മുടി മുറിച്ച് കഴിഞ്ഞിട്ട് അപ്രകാരം പിന്നെ ദ്വാകളുണ്ട്, ആ ദ്വാകളൊക്കെ കാണാം. അതൊക്കെ നോക്കിയിട്ട് അല്ലാതെയൊക്കെ ചെല്ലാൻ ശ്രമിക്കുക. വീണ്ടും മഹത്തായ ഒരു അമല് പൂർത്തീകരിക്കുവാൻ നമുക്ക് സൗഭാഗ്യമുണ്ടായി. ആ സൗഭാഗ്യത്തിന് അള്ളാഹുവിനോട് ശുക്ർ പ്രകാശിപ്പിച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചു ദുആ ചെയ്ത് അൽഹംദുലില്ലാ ജീവിതത്തിൽ നമുക്കൊരു ഉംറ ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആ സന്തോഷം കണ്ണുകളിലൂടെ ഒഴുകണം, അതാണ് വേണ്ടത്. വലിയ മഹാഭാഗ്യം, അൽഹംദുലില്ലാ ഉംറ പൂർത്തീകരിച്ചു. ഇനി നമ്മുടെ സ്ഥിതി എന്താണ്? ഇത് മുടി മുറിക്കലോടുകൂടി ഉംറയിൽ നിന്ന് തഹല്ലുലായി, ഉംറ കഴിഞ്ഞു, തുണിമുണ്ടൊക്കെ മാറ്റാം, സാധാരണ രീതിയിലായി. വീട്ടിൽ പോയി മുറിക്കാന്ന് പറയുന്നത് നാട്ടിൽ ചെന്നിട്ടല്ല. ഏത് ഈ മുടി മുറിച്ചെങ്കിലേ ഉംറയിൽ നിന്ന് നമ്മൾ വിരമിച്ചതായി പരിഗണിക്കുള്ളൂ. മുടി മുറിച്ചെങ്കിലേ ഇഹ്റാം ചെയ്തപ്പോൾ ഹറാമായ കാര്യങ്ങളൊക്കെ അനുവദനീയമാവുകയുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ താമസ സ്ഥലത്ത് റൂമിൽ എന്നാണ്. ഇരിക്കട്ടെ, അൽഹംദുലില്ലാ ഉംറ പൂർത്തിയായി. ഇനി നാം സാധാരണ വേഷം ധരിച്ചു സാധാരണക്കാരായി പരിശുദ്ധ മക്കത്ത് കഴിയുകയാണ്. മക്കയിലും പരിസരങ്ങളിലും ഒട്ടേറെ സിയാറത്ത് കേന്ദ്രങ്ങളുണ്ട്. ആദ്യമായി പരിശുദ്ധമായ ഖുർആൻ അവതരണമുണ്ടായ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന മഹാവിപ്ലവത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഖുർആൻ സൂക്തവുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന ജബലുൻ നൂർ, മക്കയിൽ നിന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ. പോകണം, കയറാനാകുമെങ്കിൽ കയറണം. പുന്നാര നബിയുടെ ചുവടൊപ്പിച്ച് കയറുക, ഹിറാ ഗുഹ സന്ദർശിക്കുക, സൗർ ഗുഹ അതും തൊട്ടടുത്ത് തന്നെയാണ്. ഹിജറ വേളയിൽ നബിത്തങ്ങളും സിദ്ദീഖുൽ അക്ബറും ഒളിച്ചിരുന്ന ഗുഹ. അതുപോലെ ജന്നത്തുൽ മുഅല്ല മക്കയിലാണ്, അവിടെയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെ പല മഹാന്മാരും അന്തിയുറങ്ങുന്നത്. പിന്നെ മക്കയുടെ തൊട്ടടുത്താണ് മസ്ജിദു ആയിഷ സ്ഥിതി ചെയ്യുന്ന തൻഈം, അതുപോലെ ജഇറാന, അതൊക്കെ ഉംറയുടെ മീഖാത്തുകളുടെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു. അത് വളരെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അത്തരം സ്ഥലങ്ങളിലൊക്കെ പോവുക, വീണ്ടും വീണ്ടും ഉംറകൾ നിർവഹിക്കുക, ധാരാളം തവാഫുകൾ ചെയ്യുക, ഖുർആൻ ഓതുക, ഖത്തം തീർക്കാൻ പറ്റുമെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ ചെന്നിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ 1-2 ആവർത്തി പൂർത്തീകരിച്ച് ഓതാൻ ശ്രമിക്കുക. ധാരാളമായി പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു നമ്മിൽ നിന്ന് തെറ്റുകളൊന്നും സംഭവിക്കാതെ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടി തിരിച്ചു പോരാൻ നമുക്ക് കഴിയണം. അതിനെമ്പാടും അവസരങ്ങൾ, സമയമുണ്ടാകും. ഏകദേശം ദുൽഖഅദ 9-10 ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് പിന്നീട് ദുൽഖഅദ 25 വരെ മിക്കവാറും മദീനയിലേക്ക് പോകാൻ ദുൽഖഅദ 25 വരെ സമയമുണ്ടാകും. പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്നവരൊക്കെ ദുൽഖഅദ 25 പോവുള്ളൂ. അല്ലാത്ത ഗവൺമെൻറ് സർവീസിൽ പോകുന്നവർ ചിലപ്പോൾ നേരത്തെ പോയി അവർ വീണ്ടും നേരത്തെ തിരിച്ചു വരും. അപ്പം വന്നാൽ പിന്നെയും അവർക്ക് സമയമുണ്ടാവും. ഈ കിട്ടുന്ന സമയങ്ങളൊക്കെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ദുൽഖഅദ 25 വരുമ്പോൾ എല്ലാ ഹാജിമാരും മദീനയിലേക്ക് യാത്രയാകും. അഥവാ പ്രൈവറ്റ് ഗ്രൂപ്പുകാരെല്ലാം അന്നാണ് പോവുക. നമ്മൾ ആ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് പോകണം. പോകുന്നത് ഇലാ ഹദ്റത്തി ഷഫീഇന വസയ്യിദിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുവാനാണ് പോകുന്നത്. ഹജ്ജോടനുബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ആത്മനിർവൃതിയുടെ ഒരു സന്ദർഭമാണ് മദീന സിയാറത്ത്. അതെ, പുന്നാര നബി നമ്മെപ്പോലെ ഭൗതിക ലോകത്ത് പിറവിയെടുത്ത പ്രവർത്തിച്ച സമയത്ത് ജനിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ ചന്ദ്രമുഖം ഒന്ന് കാണാൻ നമുക്ക് അവസരം കിട്ടിയില്ല. അവിടുന്ന് അന്തിയുറങ്ങുന്ന മദീനയെങ്കിലും കാണാൻ നമുക്ക് കഴിയണം. അവിടുത്തെ ഖബർ ഷരീഫിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ, നേരിട്ട് അവിടുത്തേക്കൊരു സലാം പറയാൻ നമുക്ക് അവസരമുണ്ടാകണം. അവിടുത്തെ മസ്ജിദിൽ നിസ്കരിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മാ ബൈന ഖബ്രി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്വർഗത്തിൽ കയറാൻ, അവിടെ നിന്ന് നിസ്കരിക്കാൻ എന്തെല്ലാം അനുഭൂതികളാണ്
അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ദുൽഖഅദ 25 മിക്കവാറും പ്രൈവറ്റ് ഗ്രൂപ്പിൽ വന്ന എല്ലാ ഹാജിമാരും മദീനയിലേക്ക് യാത്രയാകും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മക്കയിൽ നിന്ന് 132 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാൾ മക്കയിൽ നിന്ന് പോകുമ്പോൾ പരിശുദ്ധമായ കഅബാലയത്തോട് വിട ചൊല്ലിയിട്ടേ പോകാൻ പറ്റുകയുള്ളൂ. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോരുമ്പോൾ മാത്രമേ അത് നിർബന്ധമുള്ളൂ എന്ന ധാരണ തെറ്റാണ്. 132 കിലോമീറ്റർ അഥവാ 2 മർഹല അകലങ്ങളിലേക്ക് പോകുമ്പോഴെല്ലാം മദീനയിലേക്കാകട്ടെ ബദറിലേക്കാകട്ടെ വേറെ വല്ല സ്ഥലങ്ങളിലേക്കുമാകട്ടെ വിട പറയൽ തവാഫ് നിർബന്ധമാണ്. യാത്രയുടെ കാര്യങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പരിശുദ്ധമായ കഅബത്തിങ്കൽ ചെല്ലുക, ആ കഅബയോട് യാത്ര പറഞ്ഞിട്ടുള്ള തവാഫ് നിർവഹിക്കുക. അങ്ങനെ നാം വന്നു മുത്തവ്വിഫിന്റെ വാഹനത്തിൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ് മദീനയിലേക്ക് യാത്രയുണ്ടാവുക. ആ യാത്ര ആരംഭിച്ചാൽ മദീനയിൽ എത്തുന്നതുവരെ സലാത്തും തസ്ലീമും ഹബീബായ നേതാവിനെ കുറിച്ചുള്ള ഓർമ്മകളും അവിടുന്ന് മക്കയിൽ നിന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ബഹിഷ്കരിച്ചപ്പോൾ നിറ കണ്ണുകളോടെ മദീനയിലേക്ക് നടത്തിയ പലായനവും ആ സന്ദർഭത്തിൽ അവർ വരിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഇതെല്ലാം ഓർത്തുകൊണ്ട് അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നബിത്തങ്ങളെ സംബന്ധിച്ചുള്ള നിറഞ്ഞ സ്വപ്നങ്ങളുമായി നമുക്ക് മദീനയിലേക്ക് പോകണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മൻസാറ ഖബരി വജബത്ത് ലഹു ശഫാഅത്തി എന്ന് ഹദീസിൽ കാണാം. എൻ്റെ ഖബർ ഒരാൾ സിയാറത്ത് ചെയ്താൽ അവൻ എൻ്റെ ശഫാഅത്ത് നിർബന്ധമായി എന്നാണ്. അപ്പോൾ ഖബർ സിയാറത്ത് ചെയ്തവന് ലഭിക്കുന്ന ശഫാഅത്ത് പ്രത്യേകമായ ശഫാഅത്താണ്. ലഹു എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ആ ശഫാഅത്ത് മറ്റുള്ളവർക്കില്ലാത്ത ശഫാഅത്താണെന്ന് മനസ്സിലാക്കാം. വേറെയൊന്ന് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മുസ്ലിമായിട്ടേ മരിക്കുള്ളൂ എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഇത്രയൊക്കെ പൗരുഷമുള്ള പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഈ സിയാറത്ത്. അത് നാം പോകുമ്പോൾ അതിൻ്റേതായ അച്ചടക്കം, അതിൻ്റേതായ മര്യാദ, ചിട്ടം, അദബുകൾ എല്ലാം പാലിക്കണം. വളരെ വിനയാന്വിതരായി പുന്നാര നബിയും സഹാബത്തും ഒക്കെ പലപ്പോഴും പട്ടിണി കിടന്ന കഷ്ടപ്പാടിൻ്റെ കഥകളെല്ലാം പറയാനുള്ള മണ്ണിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അതുകൊണ്ട് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമുക്ക് പല പ്രയാസങ്ങളും അനുഭവപ്പെടും. ആ സമയത്തൊക്കെ പുന്നാര നബിയുടെ നാട്ടിൽ നിന്ന് തികഞ്ഞ സഹനത്തോടെ ക്ഷമയോടെ നാം ഓരോ ഹാജിമാരും പെരുമാറേണ്ടിയിരിക്കുന്നു. മദീനത്ത് നാം എത്തിക്കഴിഞ്ഞാൽ കുളിയും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയുള്ള നല്ല വസ്ത്രം ധരിച്ചു എപ്പോഴും സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്ന വൃത്തി എന്തെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പുന്നാര നബിയുടെ ഹദ്റത്തിലേക്ക് വളരെ നല്ല വസ്ത്രവും മറ്റും ധരിച്ചുകൊണ്ട് നാം യാത്രയാവുകയാണ്. മസ്ജിദിൽ ചെന്നാൽ സ്വർഗത്തിൽ തന്നെ കയറിയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതിന് നല്ല തിരക്കാണ്. പറ്റില്ലെങ്കിൽ മസ്ജിദിൻ്റെ തഹിയ്യത്ത് നബി തങ്ങളുടെ പള്ളിയിൽ കയറി നിർവഹിച്ചതിൻ്റെ ശേഷം സുമ്മയഅ്തി അൽ ഖബറൽ കരീം, പിന്നീട് ഈ ഹാജി പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനരികിലേക്കാണ്. മുസ്തഹ്ളിറൻ ഫീ ഖൽബിഹി ജലാലത മൗഖിഫിഹി വജലാലത മൻ ഹുവ ബിഹദ്റതിഹി. ഏതൊരു മഹാവ്യക്തിത്വ പ്രഭാവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന തികഞ്ഞ ബോധത്തോടുകൂടി പുന്നാര നബിയുടെ ഹദ്റത്തിലേക്ക് ചൊല്ലുന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മനസ്സ് നിറഞ്ഞു അവിടത്തേക്ക് നേരിൽ സലാം പറയുകയാണ്. തീർച്ചയാണ് അവിടുന്ന് നമ്മെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. ആയിഷ ബീവിയുടെ ഹദീസിൽ നിന്നത് വ്യക്തമാണ്. ഞാനതൊന്നും ഇവിടെ ഇപ്പോൾ പരത്തി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. അവിടുന്ന് കാണുന്നുണ്ട്, നമ്മുടെ സലാം നമുക്ക് മടക്കി തരുന്നുണ്ട്. ഇവിടെ നിന്ന് വിളിച്ച് സലാം പറയുമ്പോഴും നബിത്തങ്ങൾ ആ സലാം നമുക്ക് മടക്കി തരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഹദ്റത്തിൽ നിന്ന് ആ സലാം മടക്കി കിട്ടുന്നതിൻ്റെ സന്തോഷം ചെറുതല്ല. അതിൻ്റെ എല്ലാ ഭയഭക്തികളോടും കൂടി ഒരു മര്യാദ കുറവും വരാതെ ശബ്ദം ഉയർത്താതെ, പുന്നാര നബിയുടെ ശബ്ദത്തേക്കാൾ കൂടുതൽ ഒരുത്തന് ശബ്ദമുയർത്തിയാൽ അതോടെ അവൻ്റെ സർവ്വ അമലുകളും ബാത്തിലായി പോകുമെന്ന് ഖുർആനിൻ്റെ നസ്സ. നബിത്തങ്ങൾ കിടക്കുന്ന ഹുജറ ഷരീഫിൻ്റെ ഭിത്തിയിൽ ഈ ആയത്ത് എഴുതി വെച്ചത് കാണാം. ഇതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ആ ഹദ്റത്തിൽ ചെന്ന് സലാം പറയുക. പിന്നീട്
സലാം പറയുന്നതിൻ്റെ പൂർണ്ണമായ രൂപം നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള പുസ്തകങ്ങളിൽ കാണും. അതൊക്കെ നോക്കിയിട്ട് എല്ലാ സലാമും അവിടത്തേക്ക് പറയുക. ബാബു സലാമിലൂടെ അങ്ങ് കടക്കുമ്പോൾ തന്നെ നാം പോകുന്ന ആ പാതയുടെ വലതുവശത്ത് ഭിത്തിയിൽ ഒരുപാട് നബിത്തങ്ങളുടെ നാമങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുക. ഓരോ പേരും വായിക്കുമ്പോൾ അവിടത്തേക്ക് സലാത്തും സലാമും സമർപ്പിക്കുക. അങ്ങനെ മുമ്പോട്ട് കടക്കുക. ലോകത്ത് ഇത്രയേറെ അച്ചടക്കമുള്ള മറ്റൊരു സ്ഥലം കാണാൻ ബുദ്ധിമുട്ടാണ്. എത്ര ലക്ഷങ്ങളാണ് നിരന്തരം അതിലെ സലാം പറയാൻ വേണ്ടി നടന്നു പോകുന്നത്. പക്ഷേ ഒരു മണൽത്തരി വീണാൽ തിരിച്ചറിയാവുന്ന അച്ചടക്കവും ശാന്തതയും നമുക്കവിടെ അനുഭവിക്കാൻ കഴിയും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം. അങ്ങനെ മുമ്പോട്ട് ചെന്ന് നബി തങ്ങൾക്ക് സലാം പറഞ്ഞു ഒരല്പം അങ്ങ് മുമ്പോട്ട് നിന്ന് കഴിഞ്ഞാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സലാം പറയേണ്ട സ്ഥലമായി. അസ്സലാമു അലൈക യാ അബൂബക്കർ സഫിയ റസൂലില്ലാഹ് വസാനിയഹു ഫിൽ ഗാർ ജസാക്കല്ലാഹു അൻ ഉമ്മത്തി നബിയിഹി ഖൈറാ. അബൂബക്കർ സിദ്ദീഖിന് സലാം പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ അതാ കിടക്കുന്നു മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവനും സലാം പറയുക. അസ്സലാമു അലൈക യാ ഉമറു അഅസ്സല്ലാഹു ബിക്കൽ ഇസ്ലാം. ഇസ്ലാമിനെ അഭിവൃദ്ധിപ്പെടുത്തിയ ഉമർ എന്നവരെ അങ്ങേക്ക് സലാം. ജസാക്കല്ലാഹു അൻ ഉമ്മത്തി മുഹമ്മദിൻ ഖൈറാ. അവിടത്തേക്കും സലാം പറയുക. സഹോദരന്മാരെ, ആ സമയത്തൊക്കെ ഒന്ന് മേലോട്ട് നോക്കിയാൽ കാണാം ആ ഭിത്തിയിൽ ഈ മഹാന്മാരെ സന്ദർശിക്കാൻ വന്നവർ ഹൃദയം പൊട്ടിപ്പാടിയ ബെയ്ത്തുകളും പദ്യങ്ങളുമൊക്കെ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു. ഒരാൾ വന്ന് പാടിയത് നഫ്സി ഫിദാഉൽ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഖുർആൻ ആയത്ത് മോദിയാണ് അദ്ദേഹം വന്നത്. ഇമാം നവവി രേഖപ്പെടുത്തിയത് കാണാം. ഇബ്നു കസീർ പോലും സൂറത്തു നിസാഇന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. നബിയേ, ഞാൻ കുറെ അകലെ നിന്ന് വരികയാണ്. ഖുർആനിൽ ആയത്ത് കണ്ടിട്ടാ വരുന്നത്. തെറ്റു ചെയ്തു പോയവർ അങ്ങയോട് വന്ന് സങ്കടം പറയണമെന്ന് ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നു. നഫ്സി ഫിദാഉൽ ലിഖബ്രിൻ അൻത സാകിനുഹു. അങ്ങ് അന്തിയുറങ്ങുന്ന ഈ ഖബറിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ സമർപ്പിക്കുന്നു നബിയേ എന്ന് പറഞ്ഞു ചൊല്ലിയ പദ്യം ലോക മുസ്ലിമീങ്ങളുടെ അംഗീകാരത്തോടു കൂടി പച്ചമഷിയിൽ ഇപ്പോഴും എഴുതി വെച്ചത് ഹാജിമാരെ ശ്രദ്ധിച്ചാൽ കാണാം. ചില വിവരം കെട്ട സാധുക്കൾ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയും. നബിയോട് അങ്ങനെ പറയാൻ പറ്റുമോ, അവന് കേൾക്കുകയൊക്കെ. അതൊന്നും അവർക്ക് കഥയറിയാത്തത് കൊണ്ട് പറയുന്നതാണ്. അത്തരക്കാരുടെ പുസ്തകങ്ങളിലോ പ്രസിദ്ധീകരണങ്ങളിലോ ഒന്നും വഞ്ചിതരായി പോകരുത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാം. നബി തങ്ങൾ നമ്മുടെ ശുപാർശകനാണ്. ഇൻഷാ അല്ലാഹ് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഒരാൾക്കും നമ്മെ കണ്ടിട്ട് തിരിയാത്ത, ഒരാൾക്കും നമ്മെ സഹായിക്കാനാകാത്ത ഘട്ടത്തിൽ പുന്നാര നബി വന്ന് പറയും, അനലഹാ മക്കളെ, ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ ഷാഫിയായി, നിങ്ങളുടെ ശുപാർശകനായി ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് സാന്ത്വനത്തിന്റെ വചനങ്ങളുമായി മഹ്ശറിലും നമ്മെ തലോടാൻ എത്തുന്ന ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്ന് മഹാന്മാരെയും സന്ദർശിച്ചു. നാം ചെന്നപ്പുറത്തിറങ്ങിയാൽ നേരെ കുറച്ച് മുമ്പോട്ട് നടന്നാൽ കാണുന്നത് ജന്നത്തുൽ ബഖീഅ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, പുന്നാര നബിയുടെ പിഞ്ചോമന കുട്ടിയായിരുന്ന ഇബ്രാഹിം എന്ന കുട്ടി ഉൾപ്പെടെ, ആയിഷ ബീവി ഉൾപ്പെടെ 10,000-ഓളം വരുന്ന സഹാബി നേതാക്കൾ അന്തിയുറങ്ങുന്ന മദീനയിലെ പൊതു ശ്മശാനം ജന്നത്തുൽ ബഖീഅ്, അവിടെ സിയാറത്ത് പതിവാക്കുക. അവിടെ പോയി എല്ലാവരെയും സന്ദർശിക്കുക, എല്ലാവർക്കും സലാം പറയുക. അതേ പ്രകാരം മദീനയിൽ ചുറ്റുവട്ടങ്ങളിൽ, മദീനയുടെ തൊട്ടടുത്താണ് ഉഹദ് സ്ഥിതി ചെയ്യുന്നത്. ആ ഉഹദിലാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടുന്ന് രക്തസാക്ഷിത്വം വരിച്ച ആ ഉഹദിൽ നമുക്ക് കാണാം ആ ഖബർ സ്ഥിതി ചെയ്യുന്നത്. അപ്രകാരം ഒരുപാട് പുണ്യ കേന്ദ്രങ്ങൾ, സിയാറത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഉഹദിലും ഖന്തക്കിലും മദീനയിൽ വിവിധങ്ങളായ മസ്ജിദുകളും ഇതെല്ലാം ഉണ്ട്. പരിചയമുള്ള ആളുകളോട് ചോദിച്ചു അവരുടെ കൂടെ പോയി എല്ലാം കാണാനും എല്ലാം അറിയാനും ഹാജിമാര് സന്നദ്ധരാകണം. ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലാണ് വരുന്നതെങ്കിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് അമീറുമാർ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നിങ്ങളെ കൊണ്ടുപോകും.
മദീനയിലെ താമസ സമയത്താണ് നാം മസ്ജിദ് ഖുബായിൽ പോകൽ. അത് തൊട്ടടുത്ത ഒരു പള്ളിയാണ്. നബി തങ്ങൾ ശനിയാഴ്ച അവിടെ പോകാറും നിസ്കരിക്കാറും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഹദീസിൽ കാണാം. മസ്ജിദ് ഖിബ്ലത്തൈനി ചരിത്രമുറങ്ങുന്ന പള്ളിയാണ്. അതേപോലെ മസ്ജിദ് ജുമുഅ ആദ്യമായി ലോക ചരിത്രത്തിൽ ജുമുഅ നടന്ന പള്ളി. ഇങ്ങനെ പല പള്ളികളും സന്ദർശന സ്ഥലങ്ങളുമുണ്ട്. അമീറുമാർ നിങ്ങളെ അവിടെയൊക്കെ കൊണ്ടുപോയി നിർത്തി ഓരോന്നും നിങ്ങൾക്ക് തൊട്ട് കാണിച്ചു പരിചയപ്പെടുത്തി പഠിപ്പിച്ചു തന്ന് ചെയ്യിപ്പിക്കും. അതില്ലാതെ ഒറ്റക്കും മറ്റുമൊക്കെ പോയ ആളുകൾ വല്ല പരിചയക്കാരെയും കിട്ടുമോ എന്ന് നോക്കണം. ഇത്തരം എല്ലാ കേന്ദ്രങ്ങളിലും പോകാൻ ശ്രമിക്കണം. അതുപോലെ മദീനയിലെ ജീവിതത്തിൽ തികഞ്ഞ അച്ചടക്കം പാലിക്കണം. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെരുപ്പിട്ട് ആ ഭൂമിയിലൂടെ നടക്കാറില്ലായിരുന്നു എന്നാണ്. വാഹനത്തിൽ കയറി ആ ഭൂമിയിലൂടെ നടക്കൂലായിരുന്നു എന്നാണ്. എന്തിനധികം പറയണം, മലമൂത്ര വിസർജനത്തിന് പോലും മദീനയുടെ അതിർത്തിക്കപ്പുറത്ത് പോകുമായിരുന്നു എന്നാണ്. കാരണം ആ മണ്ണിൽ അന്തിയുറങ്ങുന്നത് ആരാണ്? ലോകത്തിന്റെ നേതാവാണ്, ഇരുലോക ചക്രവർത്തിയാണ്, അള്ളാഹുവിന്റെ ഹബീബാണ്. ഈ ഹബീബിന്റെ നാട്ടിലാണ് ഞാൻ ഉള്ളതെന്ന ബോധം ഏത് സമയത്തും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അതേപോലെ നബി തങ്ങളുടെ ഹളറത്തിൽ നടക്കുന്ന ജമാഅത്ത്, ആ മസ്ജിദിലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. 48 ദിവസം നിൽക്കുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം 40 ജമാഅത്ത് അവിടെ നമുക്ക് കിട്ടാൻ നാം ശ്രമിച്ചാൽ നമുക്ക് സാധിക്കും. അതിനൊക്കെ അവസരമുണ്ടാക്കണം. ഒരു നിമിഷവും പാഴാക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ മിക്കപ്പോഴും ആദ്യവും അവസാനവുമായിട്ടായിരിക്കും ഇതുപോലെ ഒരു അവസരം വീണ് കിട്ടുന്നത്. അത് നഷ്ടപ്പെടുത്തരുത്. ഒരച്ചടക്കവും അച്ചടക്കരാഹിത്യവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. തികഞ്ഞ ബോധത്തോടുകൂടി അവിടെയുള്ള നാളുകൾ 5-8 ദിവസം അങ്ങ് കഴിഞ്ഞാൽ പിന്നീട് പുന്നാര നബിയോടും നാം യാത്ര പറയുകയാണ്. ഹബീബായ നേതാവിനെ 5 നേരവും നിസ്കരിക്കാൻ ചെന്നപ്പോൾ നാം അവിടുത്തെ ഹദറത്തിൽ ചെന്നിട്ടുണ്ട്, അവിടുത്തോട് സലാം പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ മുന്നിൽ നിർത്തി പടച്ച റബ്ബിനോട് നാം ദുആ ചെയ്തിട്ടുണ്ട്. ആ നേതാവിനോട്, ആ ഹബീബിനോട് യാത്ര ചോദിക്കുകയാണ്. നബിയേ, ഞങ്ങൾ പോവുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് യാത്രയാകും. ഇപ്പൊ ഏകദേശം ദുൽഹിജ്ജ 5 ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കും, ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന നിയ്യത്ത് വെക്കാൻ ചെറിയ പെരുന്നാൾ മുതൽ വെക്കാം. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ദുൽഹിജ്ജ മാസം 8, 9, 10, 11, 12, 13 ഒക്കെ വേണമെന്ന് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായി. ഇപ്പം സമയമായിട്ടുണ്ട്. അതായത് ദുൽഹിജ്ജ 8 അടുത്ത ദിവസങ്ങളിലാണ് മദീനത്ത് നിന്ന് നമ്മൾ യാത്രയാവുന്നത്. അതുകൊണ്ട് ഹജ്ജിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു വിശദീകരണം ഞാൻ ഇപ്പം തന്നെ തരികയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നത് ഹജ്ജിനാണ്. തിരിച്ച് നമ്മൾ നാട്ടിലെത്തിയ ഹാജിയാരാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയിൽ ഹജ്ജ്, ഉംറ, സിയാറത്ത്, ഈ 3ൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹജ്ജ് തന്നെയാണ്. ആ ഹജ്ജിലേക്ക് നമ്മൾ ഇനിയാണ് പ്രവേശിക്കാൻ പോകുന്നത്. ഹജ്ജിൻ്റെ റുക്നുകൾ 6 എണ്ണമുണ്ട്. 5 എണ്ണം നേരത്തെ ഉംറയിൽ പറഞ്ഞു തന്നെ. അതായത് ഇഹ്റാം, തവാഫ്, സഅയ്, തർത്തീബ്, അല്ലേ? വേറെന്താ പറഞ്ഞ ഈ മുടി നീക്കൽ, ഇതൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ ഹജ്ജിനും ബാധക. ഇനി 1 എണ്ണവും കൂടി പഠിച്ചാൽ മതി. അതേതാണ്? അൽ വുഖൂഫ് ബി അറഫ. ഇതാണ് 6 റുക്നുകൾ. ഇനി വാജിബാത്തുകളുണ്ട് 5 എണ്ണം. ഇഹ്റാം ചെയ്യുന്നത് മീഖാത്തിൽ വെച്ച് ആവുക. പെരുന്നാൾ രാവ് പകുതിയായ ശേഷം മുസ്ദലിഫയിൽ ഒരല്പസമയമെങ്കിലും ഉണ്ടാവുക. മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നാണ് അതിന് പറയൽ. അതുപോലെ അയ്യാമുത്തശ്ശരീഖിൻ്റെ രാവുകളിൽ മുഖ്യ പങ്കും, അയ്യാമുത്തശ്ശരീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11, 12, 13 ഈ ദിവസങ്ങളുടെ രാവുകളിൽ മുഖ്യ പങ്കും മിനയിൽ ഉണ്ടാവുക. മിനയിൽ രാപ്പാർക്കുക എന്നാണ് അതിന് പറയാം. പിന്നെ ജംറകളെ എറിയുക, വദാഇൻ്റെ തവാഫ് നിർവഹിക്കുക. ഇത് ഹജ്ജിൻ്റെ വാജിബാത്തുകളാണ്. ആദ്യം പറഞ്ഞ 6ഉം ഈ പറഞ്ഞ 5ഉം സംഗതി
നിർബന്ധം തന്നെ. പിന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഈ വാജിബാത്ത് എന്ന് പറയുന്ന സംഗതി ഫിദിയ കൊടുത്ത് പരിഹരിക്കാൻ പറ്റുന്നതാണ്, മറ്റേത് പരിഹരിക്കാൻ നിവൃത്തിയില്ലാത്തതാണ്. അതുകൊണ്ട് രണ്ട് സാങ്കേതിക പദങ്ങൾ കൊണ്ട് അറിയപ്പെടുന്നു നോക്കാൻ രണ്ടും നിർബന്ധമാണ്. ഇതല്ലാത്ത എല്ലാ കാര്യങ്ങളും സുന്നത്തുമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പം മദീനത്താണുള്ളത്. ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ മീഖാത്ത് ഏതാണ്? അതുകൊണ്ടാണ് ഇപ്പം ഇത് പറയേണ്ടി വന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ മദീനയിൽ നിന്ന് 8-9 കിലോമീറ്റർ അങ്ങ് യാത്ര ചെയ്യുമ്പോൾ ദുൽ ഹുലൈഫ എന്ന മീഖാത്തിൽ നമ്മൾ എത്തിച്ചേരും. വിശാലമായ പള്ളി, ആയിരക്കണക്കിന് ഹാജിമാർക്ക് കുളിക്കാനും വുളൂ ചെയ്യാനും വസ്ത്രം മാറ്റാനും സർവ്വ സൗകര്യങ്ങളും സൗദി ഗവൺമെൻറ് അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ദുൽഹുലൈഫയിൽ നിന്ന് പറയും അബിയാർ അലി, അങ്ങനെ പല പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ഈ ദുൽഹുലൈഫയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം ചെയ്തത്. ഇനി മദീനക്കാരായ മദീനയിലുള്ള നമുക്ക് ദുൽഹുലൈഫയിലൂടെ അങ്ങോട്ട് കടക്കണമെങ്കിൽ ഇഹ്റാം എന്തായാലും വേണം. ഇപ്പം ഹജ്ജിൻ്റെ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. ഇവിടെ വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തമത്തു രീതി സ്വീകരിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ആ രീതിയുടെ പേരിലുള്ള നിർബന്ധമായ അറവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് ഇഹ്റാം ചെയ്യണം. അതിനെന്ത് വേണം? മദീനത്ത് നിന്ന് ഹാജിമാർ ബസ്സിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് തന്നെ കുളി, നമുക്ക് അവിടെ സൗകര്യമില്ലാത്തതുകൊണ്ടല്ല, അത് വിടുന്നതിനുണ്ട് കുളിക്കാം. ഇഹ്റാമിൻ്റെ ആമുഖമായി, ഇഹ്റാമിൻ്റെ മുന്നൊരുക്കമായി നേരത്തെ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ചെയ്യാം. എന്നിട്ട് വസ്ത്രം വരെ വേണമെങ്കിൽ മദീനത്ത് തന്നെ മാറ്റിയിട്ട് വണ്ടിയിലേക്ക് കണ്ടു കയറാം. നാം ചെന്ന് എല്ലാ വാഹനവും അവിടെ നിർത്താതെ പോകില്ല. സർവ്വ വാഹനങ്ങളും ദുൽഹുലൈഫയിലേക്കേ പോകുള്ളൂ. മദീന വിട്ടാ ദുൽഹുലൈഫയാണ്. അവിടെ ഇറങ്ങി പള്ളിയിൽ കയറി ഇഹ്റാമിൻ്റെ 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചു. നേരെ ബസ്സിൽ വന്ന് കയറി ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഏത് വാഹനമാണോ ആ വാഹനത്തിൽ വന്ന് കയറി ഇരുന്ന ശേഷം നമുക്ക് ഹജ്ജിലേക്ക് പ്രവേശിക്കാം. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നേരത്തെ ഞാൻ നിയ്യത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, നവൈത്തുൽ ഉംറത്താൻ. അവിടെ എന്താവും? നവൈത്തുൽ ഹജ്ജാന്നാവും. ബാക്കിയൊക്കെ കണക്കിന്. ഇങ്ങനെ നിയ്യത്ത് വെച്ചു. പിന്നെ തൽബിയത്താണ്. ലബ്ബൈക അല്ലാഹും, ഇതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറയാം, എല്ലാവരും ഉറക്കെ ചൊല്ലിക്കൊള്ളി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇനി സലാത്ത് ചെല്ലണം. സാധാരണ നമ്മൾ അത്തഹിയാത്തുൽ ഓതുന്ന സലാത്ത് ഇന്നക ഹമീദും മജീദ് വരെ. പിന്നെ സ്വർഗം ചോദിക്കണം, നരകത്തോട്ട് കാവൽ തേടണം. അതൊക്കെ എപ്പോഴും തൽബിയത്ത് ചെല്ലുമ്പോൾ 3 പ്രാവശ്യമായിരിക്കണം. ബസ്സിലൊക്കെ ഇനി തൽബിയത്താണ് ഹാജിമാര് പ്രധാനമായി വർദ്ധിപ്പിക്കേണ്ട ദിക്ർ. ഇനി അതേപോലെ നേരത്തെ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇഹ്റാം ചെയ്തപ്പോൾ നിഷിദ്ധമാകുമെന്ന് പറഞ്ഞ സർവ്വ കാര്യങ്ങളും വീണ്ടും ഇപ്പം നിഷിദ്ധമായിരിക്കുന്നു. ഇനി നോക്കണം, ഒരു മുടി പോലും കൊഴിച്ചു കളയാതെ, നഖം മുറിക്കാതെ, സുഗന്ധം പുരട്ടാതെ, അതുപോലെ ഭാര്യാഭർത്താക്കൾ തമ്മിൽ ബന്ധപ്പെടാതെ, ഇഹ്റാമിൽ എന്തൊക്കെ നിഷിദ്ധമെന്ന് പറഞ്ഞാൽ അതൊക്കെ വീണ്ടും നിഷിദ്ധമായി. അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നാം മക്കയിലേക്ക് യാത്രയാവുകയാണ്. ഇക്കാലം അത്രയും മനസ്സിൽ കൊണ്ടു നടന്ന ഒരാഗ്രഹം പൂവണിഞ്ഞ നിമിഷമാണിത്. ഇവിടുന്ന് ഹാജിമാർ ഇഹ്റാം അങ്ങോട്ട് ചെയ്ത് നിയ്യത്തും വെച്ച് അതിൻ്റെ തൽബിയത്തും കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ആ സമയത്ത് പ്രത്യേകിച്ച് റബ്ബിനോട് ദ്വാരക്കണം. ഇനി നാം പോകുന്നത് ഇങ്ങോട്ട് വന്ന മക്കത്തേക്കല്ല, ഇനി പോകുന്നത് ജനനിബിഡമായ മക്കയിലേക്കാണ്. നമ്മളിങ്ങോട്ട് മദീനത്തേക്ക് പോകുന്ന സമയത്ത് മക്കാ മസ്ജിദിൽ 10 ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള മക്കാ മസ്ജിദിൽ നമ്മൾ ചെന്ന് നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മളാണ്ട് ചെല്ലുമ്പോൾ ആ പള്ളിയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് റോട്ടുമുലൊക്കെ ജമായത്തായിരിക്കും, കിലോമീറ്ററുകളോളം. ആ ജനക്കൂട്ടത്തിനിടയിലേക്കാണ് നമ്മൾ പോകുന്നത്. പടച്ചോനെ, ഞാൻ ഹജ്ജിൻ്റെ നിയ്യത്ത് വെച്ചിട്ടുണ്ട്, ഒരു പ്രശ്നത്തിലും ഒരു പ്രയാസത്തിലും ഒരു അപകടത്തിലും എന്നെ പെടുത്തരുതേ അല്ലാ. തിരക്കിനിടയിൽ ആരോഗ്യം കുറഞ്ഞവരാണ് നാം. എല്ലാ അമലുകളും നമുക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു അപകടം പറ്റിപ്പോയാൽ നമുക്ക് പിന്നീട് അമലുകൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു പോകും. റഹ്മാനായ റബ്ബ് കാവൽ നൽകുമാറാകട്ടെ.
എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇദാ ലം യുഇൻകല്ലാഹു ഫീമാ തുരിദുഹു വലൈസ ലിമഖ്ലൂഖിൻ ഇലൈഹി സബീലു. നീ ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യവും അത് ചെയ്യുവാൻ അല്ലാഹുവിൻ്റെ തുണ നിനക്കില്ലാതെ പോയാൽ ഫലൈസ ലിമഖ്ലൂഖിൻ ഇലൈഹി സബീലു, ഒരൊറ്റ മഖ്ലൂക്കിനും പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റൂല. എത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടായി, പരിചയമുള്ള വളണ്ടിയർമാരുണ്ടായി, അമീറുണ്ടായി, ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പടച്ചോനാ തൗഫീഖ് നമുക്ക് തരണം. അതിനുള്ളുരുകി പ്രാർത്ഥിക്കുക. ബസ് മുന്നോട്ട് നീങ്ങുകയാണ്, മക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തൽബിയത്ത് ചൊല്ലുക. അതിനിടയിൽ അനാവശ്യമായ ഒരു വാക്ക് പോലും പറഞ്ഞു പോകാതെ ഹാജിമാർ ശ്രദ്ധിക്കണം. ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ ഒരനാവശ്യമായ വാക്ക് പോലും വായിൽ നിന്ന് വന്നു പോകാതെ നോക്കിക്കോളണം. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള സംഗതികളാണ്. അങ്ങനെ നാം മക്കത്ത് വന്നാൽ ഹജ്ജിന്റെ തവാഫ് ചെയ്യാൻ പറ്റുമോ? ആയിട്ടില്ല. ഹജ്ജിന്റെ ഇഹ്റാം അല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ദുൽഹിജ്ജ 8 മുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം നമുക്ക് ഇവിടെ ഇപ്പം ചെയ്യാൻ പറ്റും. ഹജ്ജിന്റെ ഫർളായ സഅയി ഇപ്പം ചെയ്യാനൊരു വഴിയുണ്ട്. അതായത് സഅയി സഹീഹായ തവാഫിന് ശേഷമാകണം എന്നതാണ് നിബന്ധന. എന്ന് പറഞ്ഞാൽ ഖുദൂമിൻ്റെയോ അല്ലെങ്കിൽ ഇഫാദത്തിൻ്റെയോ തവാഫിന് ശേഷമാകണം എന്നേ സഈനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ളൂ. നമ്മളിപ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തു മക്കത്ത് എത്തിയാൽ ഹജ്ജിൻ്റെ ഫർളായ തവാഫിന് സമയമായിട്ടില്ല എങ്കിൽ പിന്നെ ഒരു തവാഫ് ചെയ്യണം. ആ തവാഫിൻ്റെ പേരാണ് തവാഫുൽ ഖുദൂം, ആഗമനത്തിൻ്റെ തവാഫ്. അത് സുന്നത്താണ്. ഈ സുന്നത്തായ തവാഫ് നമ്മൾ അങ്ങോട്ട് ചെയ്യുക. അതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തവാഫ് ചെയ്യേണ്ടത്. ഈ ഖുദൂമിൻ്റെ സുന്നത്തായ തവാഫ് ചെയ്താൽ ഹജ്ജിൻ്റെ ഫർളായ സഅയി നമുക്കിപ്പോൾ തന്നെ ചെയ്യാം എന്നല്ല, അതാണ് ഉത്തമമായ രീതി. ഹജ്ജിൻ്റെ സഅയി നമ്മൾ ചെയ്തു. ഇനി വേറെ എന്തെങ്കിലും ചെയ്യാറായോ? വേറൊന്നും ചെയ്യാനായിട്ടില്ല. നമ്മളവിടെ നിൽക്കുകയാണ്. ദുൽഹിജ്ജ 8 ആകണം. ദുൽഹിജ്ജ 8 ആയി. അടുത്ത ദിവസം തന്നെ ദുൽഹിജ്ജ 8 ആണ്. ഇപ്പം മക്കത്ത് നമ്മളെ പോലെ ഇഹ്റാമിലുള്ളവരുണ്ടാവും, ഇഹ്റാം ചെയ്യാത്തവരുണ്ടാവും. ഇഹ്റാം ചെയ്യാത്തവരിന് എന്ത് വേണം? ഉടനെ ദുൽഹിജ്ജ 8 അന്ന് രാവിലെ ഇഹ്റാം ചെയ്യണം. എന്തിൻ്റെ ഇഹ്റാമാണ്? ഹജ്ജിൻ്റെ ഇഹ്റാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതിൻ്റെ ഉത്തമമായ രീതി എന്ന് ചോദിച്ചാൽ അവർ അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുക. മസ്ജിദുൽ ഹറാമിൽ പോയി ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് തിരിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ആ വീടിൻ്റെ വാതിൽക്കൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നാണ്. ഇഹ്റാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വീണ്ടും ചോദിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവൈത്തുൽ ഉംറത്തന്നാണ് നവൈത്തുൽ ഹജ്ജ് എന്നാവും. വേറൊന്നുമില്ല. ഇഹ്റാം ചെയ്യാം. ഇഹ്റാം ചെയ്തിട്ട് ഈ വിഭാഗം വിദായിൻ്റെ തവാഫ് ചെയ്യലവർക്ക് സുന്നത്തുണ്ട്. പിന്നെ എല്ലാവരും മക്കത്ത് നിന്ന് ദുൽഹിജ്ജ 8 ലുഹയോടടുത്ത നമുക്ക് തിരിയാമൽ ഒരു 9 മണിയോടുകൂടി അഥവാ ലുഹറിന് മിനയിലെത്താൻ പാകത്തിന് എല്ലാവരും മിനയിലേക്ക് യാത്രയാവുകയാണ്. ഇനി നമ്മൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഓരോന്ന് തുടങ്ങണം. ശ്രദ്ധിച്ചോളി. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഹജ്ജിൻ്റെ? നമ്മളെന്തൊക്കെ ചെയ്തു? നമ്മൾ ഇഹ്റാം ചെയ്തു, ഫർളായ സഅയി ചെയ്തു, അല്ലേ? എങ്ങനെ ഫർളായ സഅയി ചെയ്തത്? ഹജ്ജിൻ്റെ ഫർളായ സഅയിനെ സംബന്ധിച്ചിടത്തോളം അത് ഖുദൂമിൻ്റെയോ ഇഫാദത്തിൻ്റെയോ തവാഫിന് ശേഷമാകണമെന്നേ ഷർത്തുള്ളൂ. നമ്മളിവിടെ ഖുദൂമിൻ്റെ തവാഫ് ചെയ്തു, അപ്പം തന്നെ ഫർളായ സഅയി ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ ഹാജിമാരും ഇഹ്റാം ചെയ്തു, എല്ലാവരും മിനയിലേക്ക് പ്രവഹിക്കുകയാണ്. പിന്നെ ഇപ്പോൾ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി മുത്തവീഫുമാർ ഈ 8 രാവിലെ പോകേണ്ടത് പിന്നെ 7 അന്ന് അസ്തമിച്ച രാത്രി തന്നെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ മുത്തവീഫിൻ്റെ വാഹനത്തിൽ അങ്ങോട്ട് കയറി തന്നെ. പിന്നെ അല്ലാതെയും നടന്നു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉത്തമമായ ആ രീതിയിൽ എനിക്ക് നടക്കണം, ഞാൻ 8 അന്ന് രാവിലെ നടന്ന് നേരെ മിനയിലേക്ക് പോകണം എന്നൊക്കെ, അതിനൊക്കെ നല്ല ആരോഗ്യവും ചങ്കൂറ്റമൊക്കെ ഉള്ള ആളുകൾക്ക് അൽഹംദുലില്ലാഹ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ മിന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമായൊക്കെ ബന്ധപ്പെട്ട ത്യാഗസുരഭിലമായ പരീക്ഷണങ്ങൾ നടന്ന ഇതിഹാസ മണ്ണാണ്. ആ മണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത്. സർവ്വ ഹാജിമാരും പോവാണ്.
ദുൽഹിജ്ജ 8-ന്. പക്ഷേ ഇപ്പോൾ നമ്മൾ മിനയിലേക്ക് പോകുന്നത് ഹജ്ജിൻ്റെ ഫർളോ വാജിബോ ആയ ഒരു മിനയിൽ പോക്കല്ല. മിനയിൽ രാപ്പാർക്കൽ ഹജ്ജിൻ്റെ വാജിബിൽപ്പെട്ടതാണ്, നിർബന്ധമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ദുൽഹിജ്ജ 11, 12, 13 രാവുകളാണ്. ഇപ്പോൾ ദുൽഹിജ്ജ 11 ഇല്ല, 8 ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് എല്ലാ ഹജ്മാരും പോകും, അത് സുന്നത്തായ യാത്രയാണ്. ദുൽഹിജ്ജ 8-ന്റെ അന്ന് മിനയിലെത്തുക. അവിടെ ചെയ്യാനുള്ളത് ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, പിന്നെ ദുൽഹിജ്ജ 9-ന്റെ അന്നത്തെ സുബ്ഹ്, ഇത്രയും മിനയിൽ വെച്ച് നിസ്കരിക്കുക. മിനയിൽ പിന്നെ പ്രാർത്ഥിക്കുക, രാത്രിയിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യുക. നാളെയാണ് അറഫ. ഹജ്ജിൻ്റെ ഫർളുകളിൽ പറഞ്ഞ അൽ വഖൂഫു ബി അറഫ എന്ന ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നാളെയാണ്. അഥവാ നാളെ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9-ന്. ആ അറഫ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കാൻ, ആ അറഫയോടുകൂടി എല്ലാ അർത്ഥത്തിലും നമ്മളൊരു പുതിയ മനുഷ്യനായി തീരണം, നമ്മുടെ ഹജ്ജ് കബൂലാകണം. ലോകമൊട്ടാകെ അറഫയിൽ ഒരുമിച്ചുകൂടി റബ്ബേ എന്ന് വിളിച്ച് കേഴുന്ന ആ അറഫയിൽ നമ്മുടെ പ്രാർത്ഥന ഒരു കാരണവശാലും തള്ളപ്പെട്ടു പോകാൻ പാടില്ല. നമ്മുടെ അമലുകളൊക്കെ സ്വീകാര്യമാകണം. അതിന് മിനയിൽ നിന്ന് ഒരുങ്ങുകയാണ്. അതിനാണ് യഥാർത്ഥത്തിൽ ദുൽഹിജ്ജ 8-ന് നമ്മൾ മിനയിൽ വരുന്നത്. മിനയിൽ വന്ന് ഈ പറഞ്ഞ പോലെ നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. അതുപോലെ മസ്ജിദുൽ ഖൈഫ് എന്ന ഒരു പള്ളി അവിടെയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സല്ലാ ഫീ മസ്ജിദിൽ ഖൈഫി 70 നബിയ്യ, 70 നബിമാർ മസ്ജിദുൽ ഖൈഫിൽ നിസ്കരിച്ചിട്ടുണ്ടെന്നാണ്. താരീഖു മക്ക എന്ന ഗ്രന്ഥത്തിൽ ഇമാം മസ്റഖി അതിൻ്റെ 2-ാം വാള്യം 567-ാമത്തെ പേജിൽ ഹദീസ് കൊടുത്തത് കാണാം. ആ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. നല്ല തിരക്കുണ്ടാവും. തിരക്കിൽ കൂട്ടം വിട്ടൊന്നും പോകരുത്, ഒക്കെ ശ്രദ്ധിച്ചു പോകണം. അങ്ങനെ അവിടെ നിന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ റുക്നായ അറഫ സമ്മേളനത്തിൽ പോവാൻ. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന സംഗതികളൊക്കെ പഠിച്ചോനെ ഞാൻ മക്കത്തുനിന്ന് എങ്ങനെ മിനയിലേക്ക് പോവുക, മിനയിൽ നിന്ന് ഇനി അറഫയിലേക്ക് എങ്ങനെ പോവുക, ഇതൊക്കെ ഒരു 10-25 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത്. ഓരോ ഹാജിയും ഏതെങ്കിലും ഒരു മുത്തവ്വിഫിൻ്റെ ആളായിരിക്കും. ആ മുത്തവ്വിഫിൻ്റെ വാഹനത്തിൽ കയറിയാൽ ആ മുത്തവ്വിഫിന് മിനയിൽ ടെൻറ്റുണ്ട്, അതുപോലെ തന്നെ അറഫയിൽ തമ്പുണ്ട്. അതിൻ്റെയൊക്കെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിക്കോളൂ. ഞാനെങ്ങനെ പോവാ, അങ്ങനെ നിങ്ങളാരും ബേജാറാകണ്ട. അതേപോലെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ മിനയിലെത്തുമ്പോൾ അവിടെ ബോർഡുണ്ടാവും, ബിദായത്തു മിന, മിന തുടങ്ങുന്ന സ്ഥലം. മിന തീരുമ്പോൾ നിഹായത്തു മിന, മിന അവസാനിക്കുന്ന സ്ഥലം. മുസ്ദലിഫയിലെത്തുമ്പോൾ ബിദായത്തു മുസ്ദലിഫ, ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അറഫയിലെത്തുമ്പോൾ ബിദായത്തു അറഫ, നിഹായത്തു അറഫ. എല്ലാ സ്ഥലത്തും വലിയ ബോർഡുകളുണ്ട്. അപ്പം നമ്മളവിടെ എത്തിയെന്ന് ഉറപ്പാവും. പിന്നെ മുത്തവ്വിഫിൻ്റെ വാഹനത്തിൽ അറഫയിലേക്കൊക്കെ പോയാൽ പിന്നെ അതിനകത്ത് പേടിക്കാനില്ല. മിനയിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ മുത്തവ്വിഫിൻ്റെ വാഹനമാണെങ്കിലും മിനയുടെ അതിർത്തിക്ക് അപ്പുറത്തൊക്കെ കൊണ്ടുപോയി നിർത്താറുണ്ട്. അപ്പോഴൊക്കെ ശ്രദ്ധിക്കണം, ഞാനിപ്പം മിനയിൽ തന്നെയാണോ, മുസ്ദലിഫയിൽ എത്തിയിട്ടുണ്ടോ, അറഫയിൽ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താം. അതൊക്കെ സൂക്ഷ്മതക്ക് വളരെ ആവശ്യമാണ്. ഇരിക്കട്ടെ, എല്ലാവരും നേരം വെളുത്തു കഴിഞ്ഞാൽ അഥവാ ദുൽഹിജ്ജ 9-ന്റെ അന്ന് പ്രഭാതമായി സൂര്യൻ ഉദിച്ചാൽ സബീർ പർവ്വതത്തിൽ ഉദയസൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ തട്ടലോടുകൂടി അറഫയിലേക്കുള്ള പ്രവാഹമായി. ഇനി എല്ലാ വാഹനങ്ങളും അറഫയിലേക്കാണ്, സർവ്വ ഹാജിമാരും അറഫയിലേക്ക് പോകുന്നു. ഇതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്ന്, അൽ ഹജ്ജു അറഫ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ പാല് പോലെ വെളുത്തവരും കാക്കയെ പോലെ കറുത്തവരും ഇരുമ്പ് പോലെ ഇരുണ്ടവരും എല്ലാം ഉണ്ടാകും. ലോകം മുഴുക്ക വന്നിരിക്കുന്നു. ഒറ്റ ഒരു ദിവസത്തിന് വേണ്ടി അനേകായിരം തമ്പുകൾ രൂപപ്പെടുകയാണ്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വരയാണ് ഈ അറഫ. അറഫയിൽ ആ ഒരു ദിവസത്തിന് വലിയ പ്രാധാന്യമാണ്. ഇന്നലെ അറഫ മണ്ണിനില്ലാത്ത ഒരു പ്രത്യേകത, നാളെ അറഫ ഭൂമിക്കില്ലാത്തൊരു പ്രത്യേകത ഇന്നുണ്ട്. അഥവാ ദുൽഹിജ്ജ 9-ന് ഉച്ചതിരിയലോടുകൂടി ളുഹറോടുകൂടി സർവ്വ ഹാജിമാരും അവിടെ എത്തിച്ചേരും. ളുഹറോടുകൂടി അറഫയുടെ സമയം തുടങ്ങുകയായി. നിർബന്ധം എന്താന്ന് ചോദിച്ചാൽ, അറഫയുടെ അതിർത്തിക്കുള്ളിൽ ദുൽഹിജ്ജ 9-ന്റെ അന്ന്
ലുഹറിന് ശേഷം ലുഹർ ആയതു മുതൽ ഒരല്പസമയമെങ്കിലും ഉണ്ടാവുക. അതോടുകൂടി ഫർള് വീടി. ഇത്രയാണ് ഫർളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നത് ജബലുർ റഹ്മയുടെ താഴ്വാരത്താണ്. അവിടുന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ചു, വഖഫ്തു ഹുനാ വഅറഫത്തു കുല്ലുഹാ മൗഖിഫ്. ഞാൻ ഇവിടെയാണ് നിന്നത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിൽക്കാൻ പറ്റൂല. വഅറഫത്തു കുല്ലുഹാ മൗഖിഫ്. അറഫ മൊത്തം നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നാ. അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കുറഞ്ഞ സമയം ഉണ്ടായാൽ ഫർള് വീടി. പക്ഷേ അവിടുന്ന് വേഗം ഫർളും വീട്ടി ധൃതി കിട്ടുകയല്ല വേണ്ടത്. പിന്നെയോ ആ അറഫയിൽ പരമാവധി സമയം ചെലവഴിക്കണം. രാവും പകലും ഒരുമിച്ച് കൂട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ്. അത് നിർബന്ധമാണെന്ന് പോലും ഫുഖഹാഇന് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ അറഫയിലെത്തിയാൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നിറഞ്ഞ മനസ്സോടെ മനസ്സാന്നിധ്യത്തോടെ പ്രാർത്ഥനയിലേക്ക് മുഴുകണം. ദുഹറിൻ്റെ ബാങ്ക് മുഴങ്ങലോടുകൂടി എല്ലാ കണ്ണുകളും നനയും. എല്ലാ വിശ്വാസികളും അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കും. ഈ ജനലക്ഷങ്ങളെ നോക്കി അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയുമെന്ന് ഹദീസിൽ നമുക്ക് കാണാം. അറഫയിലെ ഒറ്റ നിമിഷവും നഷ്ടപ്പെടുത്തി കളയരുത്. അവിടെ പലതും നമുക്ക് ചെയ്യാനുണ്ട്, പല പ്രാർത്ഥനകളും നടത്താനുണ്ട്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. താറത്തൻ യദു, അവൻ ദുആരക്കണം. വതാറത്തൻ യുഹല്ലിലു, പിന്നെ കുറച്ച് സമയം അവൻ തഹ്ലീൽ ചൊല്ലണം. വതാറത്തൻ യുകബ്ബിറു, കുറച്ച് സമയം തക്ബീർ ചൊല്ലണം. വതാറത്തൻ യുലബ്ബി, കുറച്ച് സമയം തൽബിയത്ത് ചൊല്ലണം. വതാറത്തൻ യുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ കുറച്ച് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലണം. വതാറത്തൻ യസ്തഗ്ഫിറു, കുറച്ച് സമയം ഇസ്തിഗ്ഫാർ നടത്തണം. ഇങ്ങനെ വിവിധങ്ങളായ ഖുർആൻ പാരായണം, സലാത്ത്, ദിക്ർ, തഹ്ലീൽ, തസ്ബീഹ്, സലാത്ത്, തൽബിയത്ത്, ഇങ്ങനെ വിവിധങ്ങളായ ഇബാദത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. വയദഉ മുൻഫരിദൻ വമഅ ജമാഅ, അർഫയുടെ സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്ക് ദ്വാരക്കണം. വമഅ ജമാഅ, കൂട്ടമായിട്ടും ദ്വാരക്കണം. ഒറ്റക്ക് നമ്മുടെ മനസ്സിൻ്റെ വ്യതകൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വെക്കണം. കൂട്ടമായിട്ടും എല്ലാവരും കൂടി ദ്വാരക്കണം. കുറച്ച് സമയമെങ്കിലും വെയിൽ കൊണ്ട് കിബിലക്ക് തിരിഞ്ഞു നിന്ന് ദ്വാരക്കണം. ഇതൊക്കെയാണ് അവിടെ ചെയ്യാനുള്ളത്. അവിടെ ഈ ആളുകൾ അർഫയുടെ പ്രാധാന്യമൊന്നും മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി മേലോട്ടും താഴോട്ടും നോക്കി നടന്നിട്ട് സമയം കളയാറുണ്ട്. ചിലർക്ക് ജബലുർ റഹ്മ എവിടെ നിന്ന് അന്വേഷിച്ച് പോകാറുണ്ട്. അത് അന്വേഷിച്ച് നടന്നിട്ട് സമയം കളയുകയല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതുപോലെ കിട്ടുന്ന സ്ഥലത്ത് നിൽക്കുക, സമയം ശരിക്കും ഉപയോഗപ്പെടുത്തുക, എല്ലാ പ്രാർത്ഥനകളും നടത്താൻ ശ്രമിക്കുക. വൽയദഉ ലിനഫ്സിഹി, സ്വന്തം ശരീരത്തിന് ദ്വാരക്കണം. മാതാപിതാക്കൾക്ക് ദ്വാ ചെയ്യണം, മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, വശുയൂഖിഹി, തന്റെ ഗുരുനാഥന്മാർക്ക് വേണ്ടി ദ്വാരക്കണം, വഅഹ്ബാബിഹി, തന്റെ പ്രിയക്കാർക്ക് വേണ്ടി ദ്വാരക്കണം. അതേപോലെ വസാഇരി മൻ അഹ്സന ഇലൈഹി വസാഇരിൽ മുഹ്സിനീൻ, നമുക്ക് പലരും പല ഉപകാരങ്ങളും പലപ്പോഴും ചെയ്തു തന്നിട്ടുണ്ട്. അവരെ ഒക്കെ ഈ അറഫയിൽ വെച്ചുകൊണ്ട് ഓർക്കണം. മറ്റുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യണം. ദുആ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അറഫയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹാജിയും പടച്ചോനും തമ്മിലുള്ള സർവ്വ ഇടപാടും അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുമെന്നാണ്. അപ്പോഴും ഓർക്കുക, ഞാൻ ചുരുക്കി വിവരിച്ച നമ്മുടെ മുന്നൊരുക്കങ്ങൾ, ആ മുന്നൊരുക്കങ്ങളിൽ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു സംഭവമാണ് ഹക്കിടപാടുകളിൽ നിന്ന്, അതുപോലെ നമ്മുടെ സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, നമ്മളുമായി ഇടപഴകി ജീവിച്ചവരുമായി ഏതെങ്കിലും വിധത്തിൽ അനിഷ്ടകരമായ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചിതരായിട്ട് വേണം നമ്മൾ ഹജ്ജിന് പോകാൻ. അറഫയിൽ നിന്ന് റഹ്മാനായ റബ്ബ് എല്ലാ ദോഷങ്ങളും പുറത്തു തരുമ്പോൾ നാം നമ്മുടെ സഹോദരനെ ആക്രമിച്ചവർ, അല്ലെങ്കിൽ അതിൽ തർക്കമുണ്ടാക്കി കുഴി തോണ്ടി കേസ് കൊടുത്തവർ, ഇങ്ങനെയൊന്നും ആയി മോശക്കാരായി പോകാൻ പാടില്ല. പരമാവധി എല്ലാ കണക്കും തീർത്തിട്ട് തന്നെ ഹാജിമാർ പോകാൻ തയ്യാറാകണം. ഇൻഷാ അല്ലാഹ് ഇതാണ് അറഫ. ഈ അറഫയിൽ നമുക്ക് ഗാബൻ തവാഫ് ചെയ്യാനോ അല്ലെങ്കിൽ സഈ ചെയ്യാനോ ഒന്നുമില്ല. ആ മണ്ണിലുണ്ടാവുക, ആ സമയത്ത്, ആ ദിവസത്ത് വലിയ പ്രത്യേകതയാണ്. അന്നവിടെ നിന്ന് ദുആ ചെയ്യുക. മഗ്രിബ് വാങ്ക് കൊടുത്താൽ രാവും പകലും ഒരുമിച്ച് കൂട്ടലായി. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നേരെ മുസ്ദലിഫയിലേക്ക് പോകാം. ഇനി അടുത്ത പരിപാടി അതാണ്. ഇപ്പം ഹജ്ജിൻ്റെ രണ്ടാം ഒരു റുക്കുനും കൂടിയായി നമ്മെ സംബന്ധിച്ചിടത്തോളം. ഇഹ്റാം അതുപോലെ സഈ അടുക്ക് ചെയ്തിട്ടുണ്ട്, അറഫയിൽ നിൽക്കലും കഴിഞ്ഞു. ഇനി നാം നേരെ പോകുന്നത് മുസ്ദലിഫയിലേക്കാണ്. ഇവിടെ പല രീതിയുണ്ട്. ഉത്തമമായ രീതി മഗ്രിബ് നിസ്കരിക്കാതെ അതിനെ ഇശായിലേക്ക്
പിന്തിച്ചു ജമ്മാക്കുക, അതിനനുവാദമുള്ള യാത്രക്കാരാണെങ്കിൽ അങ്ങനെ പിന്തിച്ചു ജമ്മാക്കി മുസ്ദലിഫയിലേക്ക് ചെന്ന് മുസ്ദലിഫയിൽ എത്തിയിട്ട് നിസ്കരിക്കുക എന്നൊക്കെയാണ്. പ്രായോഗിക തലത്തിൽ ഞാൻ പറയട്ടെ, അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. നടക്കാൻ കഴിയുന്നവർക്ക് നടക്കാം. കാരണം ലോകം ഇപ്പം അറഫയിലുള്ളത്. ഇനി ഈ കാണുന്ന 10-40 ലക്ഷം ആളുകൾക്ക് മുഴുവനും ഇവിടുന്ന് പോകണം. ഇതിന് 1000 ആൾക്ക് 5-10 ബസ്സൊക്കെ കിട്ടിയാൽ എത്ര ആൾ എങ്ങനെയായിരിക്കും ആ യാത്ര? അതവിടെ എത്തുമ്പോൾ കാണാം ബസ്സിൻ്റെ ഉള്ളിലും പുറത്തും മേലെയും ഒക്കെ ആളുകൾ കയറിയിട്ട് യാത്ര ചെയ്യാൻ. നടക്കാൻ പറ്റുമോ? വളരെ ഉഷാറായി തൽബിയത്തും ചൊല്ലിയാണ്ട് നടക്കാം. എന്നിട്ട് മുസ്ദലിഫയിൽ പോയിട്ട് മുസ്ദലിഫയിൽ എത്തിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അല്ലാത്തവർക്ക് ഇനി ഇവിടെ തന്നെ അറഫയിൽ തന്നെ കുറച്ച് സമയം കൂടി തങ്ങുക, എന്നിട്ട് അവിടുന്ന് തന്നെ മഗ്രിബ് ഇശാവൊക്കെ നിസ്കരിച്ചിട്ട് സൗകര്യാനുസരണം പോകാം. അതിൽ തെറ്റും കുറ്റമൊന്നും വരില്ല. മുസ്ദലിഫയുടെ സമയം എപ്പോഴാണ് വരുന്നത്? അതാണ് മുസ്ദലിഫയുടെ സമയം. ഈ രാവ്, ഇതിപ്പോൾ ഏതാ? പെരുന്നാൾ രാവായി. കാരണം ഇന്ന് ദുൽഹിജ്ജ 9, അറഫ കഴിഞ്ഞു, നാളെ 10, നാളെ ബലി പെരുന്നാൾ. ഇപ്പം പെരുന്നാൾ രാവാണുള്ളത്. ഈ രാവ് പകുതിയാകുമ്പോഴാണ് മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നതിന് സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുസ്ദലിഫയിലേക്ക് സൗകര്യാനുസരണം നമ്മൾ ഇവിടുന്ന് പോവുക. അത്രേ ഇപ്പം ഞാൻ പറയുള്ളൂ. അങ്ങനെ നാം മുസ്ദലിഫയിൽ എത്തി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മഗ്രിബ് ഇശായിലേക്ക് ജമ്മാക്കിയവർ വേഗം മഗ്രിബും ഇശാവും നിസ്കരിക്കണം. പിന്നെ മുസ്ദലിഫയിൽ കുറേ സുന്നത്തുകളുണ്ട്. മുസ്ദലിഫയിൽ ഫജ്ർ വരെ, പെരുന്നാളിൻ്റെ അന്നത്തെ സുബഹി ആകുന്നത് വരെ അവിടെ രാപ്പാർക്കുക എന്നും ദിക്ർ വർദ്ധിപ്പിക്കുക എന്നും, അതുപോലെ മഷ്അറുൽ ഹറാം, അത് ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഫൈദാ അഫൽതും മിൻ അറഫാത്ത് ഫദ്കുറുല്ലാഹ ഇൻദൽ മഷ്അരിൽ ഹറാം. അറഫയിൽ നിന്ന് ഹാജിമാർ ഒഴുകി മഷ്അറുൽ ഹറാമിലെത്തുക, അവിടുന്ന് ദ്വാരക്കുക, അവിടുന്ന് ദിക്ർ ചൊല്ലുക. ഇതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ മഷ്അറുൽ ഹറാമും ഈ മുസ്ദലിഫയിലാണ്. അപ്പോൾ മുസ്ദലിഫയിലെ സുന്നത്തുകൾ പറഞ്ഞാൽ അവിടെ രാപ്പാർത്ത് സുബഹി ബാങ്ക് കേട്ടാൽ വേഗം നിസ്കരിച്ച് മഷ്അറുൽ ഹറാമിൽ പോയി ദ്വാരക്കുക. ഇങ്ങനെയൊക്കെയാണ്. ചില ഹാജിമാർ 2 ബാങ്ക് ഉണ്ടാവും അവിടെ, മക്കത്തും മദീനത്തൊക്കെ ചെന്നാൽ. അപ്പോൾ അബദ്ധം ചെയ്യുന്നവരുണ്ട്. ഈ 1ാമത്തെ ബാങ്ക് സുബൈ ബാങ്കിൻ്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ കൊടുക്കും. അത് തഹജ്ജുദിൻ്റെ ബാങ്കാണ്, അതിന് സുബൈൻ്റെ സമയം ഉണ്ടാവില്ല. ഈ തഹജ്ജുദിൻ്റെ ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ സുബൈ നിസ്കരിച്ച് വിടും. അതിന് അബദ്ധത്തിൽ കുടുങ്ങാതിരിക്കാൻ ഒരു വഴി, ഒരു മാർഗമുണ്ട്. ബാങ്ക് ശ്രദ്ധിക്കുക. ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം അതുണ്ടെങ്കിൽ അത് 2ാമത്തെ ബാങ്കാന്ന് ഉറപ്പിക്കുക. ആദ്യത്തെ ബാങ്കിൽ അത് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഹാജിമാർ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ടെങ്കിലും ഇവിടെ നിർബന്ധം എന്തേ ഉള്ളൂ അത് പറയാം. നിർബന്ധം നേരത്തെ അറഫയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം ഒരല്പസമയമെങ്കിലും മുസ്ദലിഫയിൽ ഉണ്ടാവുക. അത് മുസ്ദലിഫയിൽ ബസ്സിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോയാൽ പോലും വാജിബ് വിടും. ഇനി ഇവിടെ ഒന്ന് ചെയ്യാനുള്ള വേറൊരു സംഗതിയാണ് കല്ല് പെറുക്കുക എന്നുള്ളത്. കല്ലെടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു കല്ലേറ് നിർവഹിക്കുക. അതിൻ്റെ സമയമാകാൻ പോവാണ്. അതായത് ഒരു ഹാജി മൊത്തം 70 കല്ലുകൾ എറിയേണ്ടതുണ്ട്. അതിൽ 7 കല്ല് ജംറത്തുൽ അഖബ എന്ന് പറയുന്ന മക്കത്ത് നിന്ന് മിനയിലേക്ക് പോകുമ്പോൾ ആദ്യം കിട്ടുന്ന ജംറ, ആ ജംറയിൽ പെരുന്നാളിൻ്റെ അന്നാണ് എറിയേണ്ടത്. 7 കല്ല്. പിന്നെ 3 ജംറകളിൽ 7 കല്ലുകൾ വെച്ച് ദുൽഹിജ്ജ 11-ൻ്റെ അന്നും 12-ൻ്റെ അന്നും 13-ൻ്റെ അന്നും എറിയണം. അപ്പം മൊത്തം 70 കല്ല് വേണം. ഈ കല്ലുകൾ 70ഉം മുസ്ദലിഫയിൽ നിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ നാളത്തെ അഥവാ പെരുന്നാളിൻ്റെ അന്നത്തെ ജംറത്തുൽ അഖബയെ എറിയാനുള്ള അന്നൊരൊറ്റ ജംറയിലേ എറിയേണ്ടതുള്ളൂ. ജംറത്തുൽ അഖബയിൽ അതിനുള്ള 7 കല്ലെങ്കിലും എടുക്കുക. ഇനി അതൊന്നും പറ്റിയില്ല, കല്ലെടുക്കാൻ പറ്റില്ല, ഒരു ബേജാറും ആ വിഷയത്തിലില്ല. മിനയിൽ നിന്ന് എടുക്കാവുന്നതാണ്. കക്കൂസിൽ നിന്ന്, പള്ളിയിൽ നിന്ന്, അതുപോലെ എറിഞ്ഞിട്ട ആ സ്ഥലത്തു നിന്ന്, വല്ല അഴുക്കുകളും നജസും ഒക്കെ ഉള്ള സ്ഥലത്തു നിന്നൊന്നും അല്ലാതെ വേറെ ഏത് സ്ഥലത്തു നിന്നും കല്ലെടുക്കാവുന്നതാണ്. പറ്റുമെങ്കിൽ അവിടെ നിന്ന് എടുക്കുക. വാഹനത്തിലൊക്കെ നമ്മളൊരു സംഘമായി പോകുമ്പോൾ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ നമുക്ക് ഇറക്കാം. എന്നിട്ട് ബാക്കിയുള്ള വയസ്സായ ആളുകൾക്കും കൂടി നമുക്ക് മുസ്ദലിഫയിൽ നിന്ന് തന്നെ കല്ലെടുക്കാവുന്നതാണ്.
ഇനി ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വയദ്ഖുലു വഖ്തു റംയി വൽ ഹൽഖി വത്തവാഫ്, അതായത് പെരുന്നാൾ രാവ് പകുതിയാകലോട് കൂടി ഹജ്ജിന്റെ ഫർളായ തവാഫ്, ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറയും, ആ തവാഫിന്റെ സമയം പ്രവേശിച്ചു. ജംറത്തുൽ അഖബയെ എറിയാനുള്ള സമയമായി, മുടിയെടുക്കാനുള്ള സമയവും ആയി. ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞാൽ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും ഹലാലായിത്തീരും. ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ട്